നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ ആണ് എന്ന് കരുതുന്നു. ശബ്ദം ക്ലിയർ ആണോ? ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 100 ക്വസ്റ്റ്യൻസ് ഫ്രം ജനറൽ ഇംഗ്ലീഷ് ഫോർ കേരള PSC. PSC ഒരു എസ് അവിടെ, സോറി, ഒരു സി അവിടെ മിസ്സിംഗ് ഉണ്ട് അല്ലേ? PSC. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഹീസ് ഡാഷ് MLA ഫ്രം കർണാടക. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ ലളിതമായുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ഹി ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. LDCയുടെ ചോദ്യമാണ്. ഏതാണ് ആൻസർ? ടൈപ്പ് ചെയ്തോളൂ. ഹി ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. ഏതാ അവിടെ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വരുന്നത്? നമുക്കറിയാം, MLA, എം എന്ന് പറയുന്ന ലെറ്റർ എം എന്നാണ് വായിക്കുന്നത്. എം എം എ സൗണ്ട്, ആ ഇ ഉ എ ഓ പോലെയുള്ള വവ്വൽ ശബ്ദങ്ങൾ ഏത് വന്നാലും അതിനു മുമ്പിൽ ആൻ ഉപയോഗിക്കണം. അതല്ലാതെ സ്വരാക്ഷര ശബ്ദങ്ങളായ ക ഖ ഗ ജ മുതൽ അങ്ങ് പോയിട്ട് എവിടെ വരെ യാരാലാപ വരെയുള്ള ഏത് സൗണ്ട് ആണെങ്കിലും നമ്മൾ എ ഉപയോഗിച്ചോളാം. അല്ലാത്ത സ്വരാക്ഷരങ്ങളായിട്ടുള്ള ആ ഇ ഉ എ വരുന്ന ആ ശബ്ദങ്ങൾ ആരംഭിക്കുന്ന എല്ലാ വാക്കുകൾക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻ ഉപയോഗിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ആൻ ആർട്ടിക്കിൾ. ലൈവില് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ നോക്കോളാം. അതൊക്കെ വളരെ നിസ്സാരമായ ചോദ്യമാണ്, വളരെ പെട്ടെന്ന് പോകുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആൻ ആർട്ടിക്കിൾ. ഐ വെന്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ഏതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആൻ ആർട്ടിക്കിൾ. ഐ വെന്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി. ഇവിടെ ഏതായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. യെസ്, ഇവിടെ ദ ഹോസ്പിറ്റൽ എന്നാണ്. ദ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്തുകൊണ്ട് ദ ഉപയോഗിച്ചു? വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ പോകുമ്പോൾ ആശുപത്രി ഇത്ര പ്രാധാന്യമുള്ള സ്ഥലമാണോ? പ്രാധാന്യമുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട്? കാരണം ആശുപത്രി പോകാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല മുമ്പിൽ പോയിരിക്കുന്നത് അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ആശുപത്രി, ഹോസ്പിറ്റൽ, സ്കൂൾ, ടെമ്പിൾ, ചർച്ച്, മോസ്ക് തുടങ്ങി മറ്റ് പ്രധാനപ്പെട്ട പൊതുസ്ഥാപനങ്ങൾ ഏത് ആയാലും അവിടേക്ക് പോവേണ്ടതല്ലാത്ത ഒരു ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ ദാ ചേർക്കണം. അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ ദായുടെ ആവശ്യമില്ല. ഹി ഗോസ് ടെമ്പിൾ, ഹി ഗോസ് ചർച്ച് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് എന്താണ്, വേറെ ആരെങ്കിലും സുഹൃത്തിനെ കാണാനൊക്കെയാണ് പോകുന്നതെങ്കിൽ ദ അവിടെ ഉപയോഗിക്കണം. മൂന്നാമത്തെ ചോദ്യം ആൻസർ ചെയ്തോളൂ. ഡാഷ് അയൺ is a useful metal. Dash iron is a useful metal. വെരി ഗുഡ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇവിടെ എന്ത് വേണ്ട? ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അവിടെ ആർട്ടിക്കിൾ ആവശ്യമില്ല എന്ന് പറയുന്നത്? ഒന്നുമില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉപയോഗം പറയുമ്പോൾ, ഉപയോഗം പൊതുവായി പറയുന്ന സമയത്ത് ആ പറയുന്ന വസ്തുവിന്റെ മുമ്പിൽ എന്ത് വേണ്ട? ദായുടെ ആവശ്യം ഇല്ല, ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. രണ്ട്, അയൺ എന്ന് പറയുന്നതിന് പ്രത്യേകത കൂടിയുണ്ട്. അതൊരു മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗണുകളുടെ മുമ്പിലും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാതെ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല. മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൊണ്ട് മറ്റൊരു വസ്തു ഉണ്ടാക്കാൻ പറ്റുന്ന നാമങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യം. When she plays dash piano, she seems to be in heaven. പിയാനോ വായിക്കുമ്പോൾ അവൾക്ക് തോന്നുകയാണ് സ്വർഗത്തിൽ എന്ന പോലെ തോന്നുന്നു. ഏതാ ശരി ഉത്തരം? ആൻസർ പെട്ടെന്ന് ചെയ്തോളൂ. നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ചെയ്തോളൂ. വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്തുകൊണ്ട്? ആർട്ടിക്കിൾസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ റൂളുകൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു റൂൾ ഉണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്
പ്ലേ ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വായിക്കുന്ന വാദ്യോപകരണങ്ങൾക്ക് മുമ്പിൽ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അത് പിയാനയാണെങ്കിലും നമ്മളെ വീണയാണെങ്കിലും ഗിറ്റാറാണെങ്കിലും വായിക്കുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും. അതുപോലെ ഇൻവെൻഷൻസ് പറയുമ്പോൾ ഏതെങ്കിലും ഉപകരണങ്ങളൊക്കെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഉപകരണങ്ങൾ ദ റേഡിയോ വാസ് ഇൻവെൻറ്റഡ്, മാർക്കോണി ഇൻവെൻറ്റഡ് ദ റേഡിയോ, അവിടെ നമ്മൾ ഇതാ ചേർക്കാറുണ്ട്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ഡാഷ് രാജധാനി ഈസ് വൺ ഓഫ് ഡാഷ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻസ് ഇൻ ഇന്ത്യ. ട്രെയിൻ അല്ല, ട്രെയിൻസ് ഇൻ ഇന്ത്യ. ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഏതാ, സി ദ, ഡി ദ എ. വളരെ സിമ്പിൾ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ട്? നമുക്കറിയാം രാജധാനി ഈസ് ദ നെയിം ഓഫ് എ ട്രെയിൻ. ട്രെയിനുകളുടെ പേരുകൾക്ക് മുമ്പിൽ, കപ്പലുകളുടെ പേരുകൾ, ഷിപ്പുകളുടെ പേരുകൾക്ക് മുമ്പിൽ ഒക്കെ എന്ത് ചെയ്യണം? ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കണം. ഈസ് വൺ ഓഫ്. ഇനി ഇവിടെ എന്തിന് ദ ചേർക്കണം? ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് വേർഡ്സുകൾക്ക് മുമ്പിൽ ദ ചേർക്കണം. ട്രെയിനിൻ്റെയും ഷിപ്പിൻ്റെയും പേരുകൾക്ക് മുമ്പിൽ ദ ചേർക്കണം. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ശരിയാകുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? The girls as well as their teacher left. പെൺകുട്ടികളും അതുപോലെ അവരുടെ ടീച്ചർ, അധ്യാപികയും അല്ലെങ്കിൽ അധ്യാപകനും പോയി. ഇങ്ങോട്ട് പോയി, എവിടേക്കെങ്കിലും പോയി. പക്ഷെ അവിടെ ഏതാണ് ഓക്സിലറി വെർബ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. The girls as well as their teacher. കോൺകോൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഹാസ്, ബി ഹാവ്, അതുപോലെ സി വാസ്, ഡി ഇസ്. വളരെ സിമ്പിൾ ആണ്. ശരി ഉത്തരം പറഞ്ഞോളൂ. ഹാവ് ആണ്. കാരണം ആസ് വെൽ ആസ് എന്ന് പറയുന്ന വാക്ക് ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇങ്ങനെ വിത്ത് വരുന്ന വാക്കുകൾ. ഈ വാക്കുകൾ ഏത് വന്നാലും ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണോ സിംഗുലറാണോ നോക്കണം. രണ്ടാമത്തെ നോക്കണ്ട. രണ്ടാമത്തെ ഇവിടെ സിംഗുലറാ, ഇത് പ്ലൂറലാണ്. അപ്പൊ അതുകൊണ്ട് പ്ലൂറലായിട്ടുള്ള വെർബായിരിക്കണം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ 8 ടെസ്റ്റിലുണ്ടായിരുന്നു. അതെ അവസാനം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. One of my cousins in America, fill in the blanks with the correct word. ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ പോകും. കാരണം എന്താണെന്നറിയോ, നമുക്ക് അനുവദനീയമായ സമയം വളരെ പരിമിതമാണ്. അതിനുള്ളിൽ 50 ചോദ്യം തീർക്കണം. ആവശ്യമുള്ളിടത്ത് മാത്രമേ ഞാൻ നിർത്തുള്ളൂ കേട്ടോ. One of my cousins in America, fill in the one of my cousins dash in America, fill in the blanks with the correct word. ഏതാണ് ശരി ഉത്തരം? ഈസ്, ആർ, വേർ, ബി. വളരെ സിമ്പിൾ ആണ്. വൺ ഓഫ് വന്നാൽ കോൺകോഡിലെ റൂളാണ്. വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ സിംഗുലർ ഒറ്റ എണ്ണയുള്ളൂ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നൺ ഓഫ്. എന്താ നൺ ഓഫിന്റെ പ്രത്യേകത? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൺ ഓഫ്. None of the students dash their assignments. ഏതാണ്? ഓക്കെ, കോൺകോഡാണ്. നൺ ഓഫ് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂള് ഒന്ന് നൺ ഓഫ്. അതുപോലെ നമ്മുടെ വേറൊരു പ്രയോഗമാണ് മോസ്റ്റ് ഓഫ്, ലോട്ട്സ് ഓഫ്, ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്, പ്ലെന്റി ഓഫ്. കണ്ടിട്ടുണ്ടാവും, പ്ലെന്റി ഓഫ്. ഇതുപോലെ തന്നെ സം, ചില ഡിറ്റർമിനേഴ്സ് ആയിട്ടുള്ള സം, ഓള്, എനി, ഹാഫ്, ഇതുപോലുള്ള ഡിറ്റർമിനേഴ്സ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ നോക്കുക. നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കുക. നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ ആയിരിക്കും വെർബ്. നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ
സിംഗുലർ ആയിരിക്കും, എണ്ണാൻ പറ്റൂലെങ്കിൽ. ഇവിടെ സ്റ്റുഡൻസിന് എണ്ണാൻ പറ്റും, അപ്പൊ ഇത് കൗണ്ടബിളാ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂറൽ ആയിട്ട് വെർബുണ്ടോ നോക്കുക, ഹാവ്. ഹാവ് ഡൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 9ാമത്തെ ചോദ്യം. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു എ മാൻ. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് 2013 ചോദ്യമാണ്. ഓപ്ഷൻ എ മാൻ, ബി ബ്രിങ്, സി ബ്രിങ്സ്, ഡി ഹാഫ് ബ്രിങ്. ഏതാ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് സാധാരണ റൂൾ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ വെച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിച്ചാൽ പ്ലൂറൽ ആയിരിക്കും. അതാണ് സാധാരണ റൂൾ. പക്ഷേ ചില കേസുകളിൽ ആൻഡ് വെച്ച് യോജിപ്പിക്കുമ്പോഴും രണ്ടും സിംഗിൾ യൂണിറ്റിനെ കുറിക്കുന്നുവെങ്കിൽ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഇതുപോലെ വേറെ ചില എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടാവും. ബ്രെഡ് ആൻഡ് ബട്ടർ, അല്ലേ? ബ്രെഡ് ആൻഡ് ബട്ടർ ഇതുപോലെയുള്ള ഇനിയും വരുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിലേക്ക്. വരുന്നതൊക്കെ ടൈപ്പ് ചെയ്തോളൂ. ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് പോലെ വരുന്നവയെല്ലാം സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. അതുകൊണ്ട് ഇത് സിംഗുലർ ആയിരിക്കും. ബ്രിങ്സ് ആണ് ഇവിടെ ശരി. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മെനി സീനിയർ മിലിറ്ററി ഓഫീസേഴ്സ് ഡാഷ് എ പാർട്ട് ഇൻ ദ റിപ്ലേസ്മെന്റ് ഓഫ് ദി ഗവൺമെന്റ്. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? ആലോചിച്ചിട്ട് ചെയ്യും. ഓപ്ഷൻ എ ഹാസ് പ്ലേഡ്, ബി പ്ലേസ്, സി വാസ് പ്ലേഡ്, ഡി ഹാവ് പ്ലേഡ്. ഏതാ അവിടെ ശരി ഉത്തരം? പറഞ്ഞോളൂ. ആൻസർ ചെയ്തോളൂ. വളരെ സിമ്പിൾ ആണ്. ഈ മെനി എന്ന് പറയുന്ന വാക്ക് ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ടതാണ്. മെനി, അതുപോലെ സെവറൽ, ഫ്യൂ, എ ഫ്യൂ, എ മൈനോറിറ്റി ഓഫ്, ദ മെജോറിറ്റി ഓഫ്, എ മൈനോറിറ്റി ഓഫ്, ദ മെജോറിറ്റി ഓഫ്. ഈ വാക്കുകളുടെ റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബും അതുപോലെ തന്നെ പ്ലൂറൽ നൗണുമായിരിക്കണം. പ്ലൂറൽ പ്ലസ് പ്ലൂറൽ ആയിരിക്കണം, രണ്ടും പ്ലൂറൽ ആയിരിക്കണം. മെനി സീനിയർ മിലിറ്ററി ഓഫീസേഴ്സ് പ്ലൂറൽ ആണ്, അല്ലെ? ഇത് പ്ലൂറൽ അല്ലേ? ഇനി ഇവിടെ വരുന്നത് പ്ലൂറൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും, അല്ലെ? ഹാഫ് പ്ലേഡ് ആയിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സീ ദ ഡാഷ് ദ ലെറ്റർ യെസ്റ്റർഡേ. ആൻസർ ചെയ്തോളൂ, വളരെ പെട്ടെന്ന് ചെയ്തോളൂ. യെസ്, വെരി ഗുഡ്. ഏതാ? റോട്ടാണ്, കാരണം യെസ്റ്റർഡേ ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. 12ാമത്തെ ചോദ്യം. when I reach the office the manager dash. എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ ആയിരിക്കും ഓർമ്മ വരിക, അല്ലെ? when I reach the office, ഒരു സെന്റൻസിൽ രണ്ട് പാസ്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും സെക്കൻഡ് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ടെൻസിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഒരു സെന്റൻസ് കോമ്പിനേഷൻ ഉണ്ട്. സിമ്പിൾ പ്രസന്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. ഇവിടെ ആദ്യം നടന്നതാ? when I reached the office, ഞാൻ ഓഫീസിൽ എത്തിയപ്പോഴേക്കും മാനേജർ പോയിട്ടുണ്ടായിരുന്നു. മാനേജർ ഹാഡ് ഗോൺ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഉണ്ടായിരിക്കണം. 13ാമത്തെ ചോദ്യം. he has been working here dash 1990. ഏതാ അവിടെ ശരി ഉത്തരം? 1990 മുതൽ എന്ന അർത്ഥത്തിൽ. ആൻസർ ചെയ്തോളൂ. പെട്ടെന്ന് ചെയ്തോളൂ, സമയമില്ല. ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് വരുന്നെങ്കിൽ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. എന്നാൽ ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് വരുന്നെങ്കിൽ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഇവിടെ പോയിന്റ് ഓഫ് ടൈം ആണ്. എന്നാൽ ഇവിടെ 7 years എന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ അവിടെ 4 വരുമായിരുന്നു. ഓക്കെ, 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. I dashed him 7 years ago. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. എഗോ കണ്ടാൽ അറിയാം സംഗതി. ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ
സ്വാഭാവികമായും ഐ മെറ്റ് ഹിം 7 years ago. 15ാമത്തെ ചോദ്യം മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ആവർത്തിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് വെച്ചുകൊണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഏതാ ശരി ഉത്തരം? മൈ മദർ ഹാസ് ബീൻ ഡാഷ് ഇൻ ബെഡ് ഓൾ മോർണിംഗ്. വെരി ഗുഡ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അമ്മ ഹാസ് ബീൻ ലൈങ്, കിടക്കുകയാണ്. രാവിലെ മുതൽ എന്താ പറയുക, രാവിലെ മുഴുവൻ കിടക്കുകയാണ്, അല്ലെങ്കിൽ രാവിലെ മുഴുവൻ എന്താണ്, ബെഡിൽ തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ കിടക്കുക എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ലൈ ആണ്. കിടക്കുക. ഓക്കെ. വേറൊരു ലൈ ഉണ്ട്, നുണ പറയുക, അല്ലേ? വേറൊരു ലൈ ഉണ്ട്, നുണ പറയുക. ഇത് കിടക്കുക. ഇനി കിടത്തുക, നമ്മൾ കുട്ടികളൊക്കെ കിടത്തൂലേ? കിടത്തുക എന്ന് പറയുന്നത് ലേ ആണ്. ഈ ലൈന്റെ പാസ്റ്റ് ലേ ആണ്. വെറും ലേ എന്ന് പറഞ്ഞാൽ കിടത്തുക എന്നാണ്. പക്ഷെ ലൈന്റെ പാസ്റ്റും കിടന്നു എന്ന് പറയുന്നത് ലേ എന്നാണ്. കിടന്നു. ലൈ, ലേ, ലേഡ്. ഇതിന്റെ ING രൂപമാണ് ലൈയിങ്. ലൈയിങ്. ലേയുടെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലേ, ലെയിൻ, സോറി, ലേ, ലേഡ്, ലേഡ്. ശ്രദ്ധിക്കണേ. ലേ, ലേഡ്, ലേഡ്, ലേയിങ്. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. കിടക്കുക എന്നത് ലൈ, ലേ, ലെയിൻ. ലെയിൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ലെയിൻ, ലെയിൻ. കിടത്തുക ലേ, ലേഡ്, ലേഡ്. കുട്ടീനെയൊക്കെ കിടത്തി എന്ന് പറയില്ലേ? അപ്പൊ ലേ, ലേഡ്, ലേഡ്. കിടക്കുക ലൈ, ലേ, ലെയിൻ. ഇങ്ങനെയാണ് പറയുക. മറക്കരുത്, ഇത് ലെയിൻ ആണ്. ആദ്യം എഴുതിയപ്പോൾ തെറ്റിപ്പോയതാ. അപ്പൊ ഇവിടെ നോക്കണം, ലേയുടെ കൂടെ ING കൂട്ടിയാൽ ലേയിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലൈന്റെ കൂടെ ING കൂട്ടിയാൽ ലൈയിങ് ആണ്. ഇത് കൂടാതെ നുണ പറയാന്നുള്ള ലൈ ഉണ്ട്, അത് ലൈഡ്, ലൈഡാണ്. പിന്നെ ഈ ലേക്ക് വേറൊരു അർത്ഥമുണ്ട്. പക്ഷികളൊക്കെ എന്താ പറയുക, അടയിരിക്കൂലേ, സോറി, മുട്ടയിടൂലേ? ലേയിങ് എഗ്സ്, മുട്ടയിടുന്നതിന് ലേ എന്ന് പറയാറുണ്ട്. അതിന് അങ്ങനെ അർത്ഥം കൂടിയുണ്ട്. സംഗതി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. ദ സിക്ക് പേഴ്സൺ ഡാഷ് ഓൺ ദ ബെഡ്. ആൻസർ ചെയ്ത്. സിക്ക് പേഴ്സൺ, രോഗിയായ വ്യക്തി, ഡാഷ് ഓൺ ദ ബെഡ്. ഏതാ ശരി ഉത്തരം? കിടന്നു എന്നാ പറയുന്നത്. അപ്പൊ കിടക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ലൈ, ലൈ, ലേ, ലെയിൻ. ഇങ്ങനെയല്ലേ? അപ്പൊ ഇതിന്റെ V2 എന്ന് പറയുന്നത് ലേ അല്ലേ? അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി അല്ലേ ശരി? സിക്ക് പേഴ്സൺ ലേ, കിടന്നു. എവിടെയാ? ഓൺ ദ ബെഡ്. കിടന്നു. ഇതാണ്. മറ്റേ നമ്മൾ പഠിച്ചേതാ? കിടത്തുക എന്നുള്ളതിന് ലേ എന്ന് പറഞ്ഞാൽ കിടത്തുക, വെക്കുക. അത് ലേഡ്, ലേഡാണ്. ലേഡ്, ലേഡാണ്. പക്ഷെ ഇത് സ്വയം കിടക്കുകയാണ്. അതാണ് ലൈ, ലേ, ലേൻ. അടുത്ത ചോദ്യം നോക്കൂ. ആഫ്റ്റർ ലഞ്ച് ദ മദർ ഡാഷ് ദ ചൈൽഡ് ഇൻ ദ ക്രാഡിൽ. ഇത് 2017 ചോദ്യം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ലഞ്ചിന് ശേഷം അമ്മ, ദ മദർ ഡാഷ് ദ ചൈൽഡ് ഇൻ ദ ക്രാഡിൽ. ഇവിടെ ഏതാ ശരി ഉത്തരം? കിടത്തുക എന്നതിന് നമ്മൾ എന്താ പറയാ? ലേ. അതിന്റെ V2 ലേഡ്, ലേഡ്. അങ്ങനെയെങ്കിൽ ലേഡ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 18ാമത്തെ ചോദ്യം. ബേർഡ് ഓഫൻ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്. എ ബേർഡ് ഓഫൻ ഡാഷ് എഗ്സ്. മുട്ടയിടുന്നതിന് എന്താ പറയാ? വളരെ സിമ്പിൾ ആണ്. മുട്ടയിടുന്നതിന് ലേ എന്ന് പറയും, ലേസ്, അല്ലേ? അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 19ാമത്തെ ചോദ്യം. ഷീ ഡാഷ് സിംഗിങ് when I entered the room. ഞാൻ റൂമിലേക്ക് കിടക്കുമ്പോൾ അവള് പാടുകയായിരുന്നു. ഏതാ ശരി ഉത്തരം? വേഗം പറഞ്ഞോളൂ. കുറച്ച് പെട്ടെന്ന് പോകണം, വേഗത്തിൽ പോകണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 100 ചോദ്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്ത്? ഇവിടെ ടെൻസിനകത്ത് നേരത്തെ ഞാൻ കോമ്പിനേഷൻ പറഞ്ഞു. ഏതാണ്? സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. അത് ഒരു സെന്റൻസിനകത്ത് 2 കഴിഞ്ഞ കാര്യം നടക്കുമ്പോൾ ആദ്യം നടന്ന പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നെ നടന്ന സിമ്പിൾ പാസ്റ്റ്. ഇത് കൂടാതെ മറ്റൊരു കോമ്പിനേഷൻ ഉണ്ട്.
ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിന്റെ പ്രത്യേകത എന്താ? ഒരു കാര്യം നടക്കുക, തുടർച്ചയായ ഒരു പ്രവൃത്തി. അപ്പോൾ പാസ്റ്റിലെ തുടർച്ചയായ ഒരു പ്രവൃത്തി പറയും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയും. അങ്ങനെ പാസ്റ്റിലെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്ഷനെ ബ്രേക്ക് ചെയ്യുന്ന മറ്റൊരു ആക്ഷൻ വന്നാൽ ബ്രേക്ക് ചെയ്യുന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റും തുടരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആയിരിക്കും. ഒന്നുകൂടെ പറയാം, പാസ്റ്റിലെ തുടർച്ചയായ ഒരു പ്രവൃത്തി, അതിനിടയിൽ കൂടെ വേറൊരു പ്രവൃത്തി വരികയാണ്. ആ രണ്ടാമത് വരുന്ന പ്രവൃത്തി ആദ്യത്തെ പ്രവൃത്തി ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റും തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നത് എൻ്റെ പ്രവൃത്തിയെ ബ്രേക്ക് ചെയ്ത പ്രവൃത്തിയാണ്. അച്ഛൻ വന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഫാദർ കെയിം. ഞാൻ പുസ്തകം വായിച്ചത് വെൻ ഐ വാസ് റീഡിങ് ദ ബുക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ വെൻ ഐ എൻറ്റേർഡ് ദ റൂം, അത് ബ്രേക്ക് ചെയ്ത പ്രവൃത്തിയാണ്, അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അവിടെ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ വാസ് വേണ്ടത്. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് അല്ലേ? വാസ് പ്ലസ് ഐ എൻ ജി അല്ലേ? യെസ്. ചെവി കൂടെ പുക പോയോ? ആരാ പറഞ്ഞ? അംഗരാജ് കർണ. ഓ, അംഗരാജ് കർണന്റെ പേരിൽ തന്നെ ഒരു കർണമുണ്ട്. അതുകൊണ്ടാണോ ചെവി കൂടെ പുക പോയത്? ചെവി കൂടെ പുകയൊന്നും പോവില്ല അംഗരാജ് കർണ. ഞാൻ ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും കേട്ടോ. അംഗരാജേ, യൂട്യൂബിൽ തന്നെ ഉണ്ട് ഞാൻ ചെയ്ത ഈ ടോപ്പിക്കിന്റെ ഒക്കെ ക്ലാസ്സുകൾ. അത് കൂടാതെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞുതരാം ഫുൾ മാർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാന്നുള്ളത്. 100% ഉറപ്പ് തരാം. അൺഅക്കാദമി പ്ലസിലേക്ക് പോരൂ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഇംഗ്ലീഷ് അത്ര വലിയൊരു ബാലി കയറാമലയൊന്നല്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ഒരു മെസ്സേജ് അയക്കി. അപ്പൊ അടുത്തത് 20ാമത്തെ ചോദ്യം. രാഹുൽ സെഡ് ഐ ആം ആംഗ്രി, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ട് ഓഫ് സ്പീച്ച്. ഏതാ അവിടെ ശരി ഉത്തരം? രാഹുൽ സെഡ് ഐ ആം ആംഗ്രി, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ട് ഓഫ് സ്പീച്ച്. ഇന്ന് റിപ്പോർട്ട് ഓഫ് സ്പീച്ചിലേക്ക് മാറ്റാം. ഏതാ ശരി ഉത്തരം? ഐ ആം ആംഗ്രി റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാഹുൽ സെഡ് ദാറ്റ് ഐ, ആരാ? രാഹുല. ഐ ഹി ആവും. ആംഗ്രി, സോ ആം എന്താകും? വാസ് ആകും അല്ലേ? രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ആംഗ്രി. ഓപ്ഷൻ ബി ആ ശരി ഉത്തരം അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? അടുത്തത്, ആർ ദ ഡോർസ് ഓപ്പൺ? വാതിലുകൾ തുറന്നു കിടക്കുകയാണോ? ഹി സെഡ്, അവൻ പറഞ്ഞു. ഇസ് എ ഡയറക്റ്റ് സ്പീച്ച് ഓഫ്, അത് അതിന്റെ എന്താ പറയുക? ഹി സെഡ് ഇസ് എ ഡയറക്റ്റ് സ്പീച്ച് ഓഫ്. ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഏതിന്റെ ഡയറക്റ്റ് സ്പീച്ച് ആണ്? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ല സോറി, ഈ സെന്റൻസിന് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് അതല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എന്തായിരിക്കും? ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വെതറോ അല്ലെങ്കിൽ ഇഫോ ഉണ്ടാവും. അപ്പോൾ അതിവിടെയൊക്കെ ഉണ്ട് അല്ലേ? വെതർ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ഇതങ്ങോട്ട് തട്ടിക്കളയാം. ഇനി ആർ ദ ഡോർസ് ആർ ഓപ്പൺ. അപ്പോൾ സ്വാഭാവികമായും ഇത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ആറൊക്കെ എന്താവും? പാസ്റ്റ് ആവും. ഡോർസ് ആറ് വേറാകും. അപ്പോൾ ഹി ആസ്ക്ഡ് വെദർ ദ ഡോർസ് വെയർ ഓപ്പൺ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം, മദർ തെരേസ ഡാഷ് 1910. ഇവിടെ തീർച്ചയായിട്ടും ഒരു എക്സാക്ട് ടൈം തന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇന്നാണ് അതിൻ്റെ മുമ്പിൽ വരേണ്ടത്. ജനനം എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക. സോറി, വാസ് ബോൺ എപ്പോഴും പെർഫെക്റ്റിലാണ് പറയുക, ജനിച്ച കാര്യം. 23ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹി ഡിഡ്ന്റ് ഡാഷ് ഹിസ് ഹോംവർക്ക്. ഹി ഡിഡ്ന്റ് ഡാഷ് ഹിസ് ഹോംവർക്ക്. ഏതാ അവിടെ ശരി ഉത്തരം? ഡിഡ്ന്റ് ഡു. ഡു എന്ന് പറയുന്നത് ചെയ്യുക എന്ന് പറയുന്ന വെർബാണ്. ഇവിടെ ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബുമാണ്. അങ്ങനെയെങ്കിൽ ഹി ഡിഡ്ന്റ് ഡു ഹിസ് ഹോംവർക്ക്. ഇത് V1 ആണ്. ഈ ഡു വേറെ, ഈ ഡു വേറെ. ഇത് ഓക്സിലറി, ഇത് വെർബ്. 24ാമത്തെ ചോദ്യം, ഓൾ ദ ഡോൾസ് ഹാവ് ബീൻ ഡാഷ് ഫ്രം ഇറ്റലി. ഓൾ ദ ഡോൾസ് ഹാവ് ബീൻ ഡാഷ് ഫ്രം ഇറ്റലി. ഏതാ അവിടെ ശരി ഉത്തരം? സിമ്പിളാണ്. ഹാവ് ബീൻ കാണുമ്പോൾ അറിയാം ഇത് പാസീവ് വോയിസാണ്. പാസീവ് വോയിസിൽ വെർബിന്റെ V3 വേണം. V3 എപ്പോഴും ED കൂട്ടിയിട്ടായിരിക്കും. ഇമ്പോർട്ടന്റ് V3 ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം.
25ാമത്തെ ചോദ്യം, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹിസ് പ്രൊമോഷൻ. അടുത്ത വർഷം ഈ സമയത്തോട് കൂടിയിട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് അല്ല കേട്ടോ, നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹിസ് പ്രൊമോഷൻ. ഈ ബൈ ദിസ് ടൈം ഇതിപ്പോ കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോലും ഈ ചോദ്യം വന്നിട്ടുണ്ട്, സെയിം ഫോർമാറ്റിലുള്ളത്. ബൈ ദിസ് ടൈം വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പൂർത്തിയാക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. ഫ്യൂച്ചറിൽ പൂർത്തിയാക്കപ്പെടുന്ന ഒരു പ്രവൃത്തി പറയാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ വിൽ ഹാവ് ഉണ്ടോ നോക്കിയാൽ മതി. എവിടെയാ? ഇതാ വിൽ ഹാവ് ഉണ്ട്. ഓപ്ഷൻ സി ആണ് ശരി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 26ാമത്തെ ചോദ്യം, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് സ്ട്രൈഡ്. സ്ട്രൈഡിന്റെ പാസ്റ്റ് ഫോം ഏതാ? വെരി ഗുഡ്. ഏതാ? സ്ട്രോഡ് ആണ്. സ്ട്രൈഡിലെ ഈ വലിയ ചുവട് വെക്കുന്ന നമ്മൾ സ്ട്രൈഡ് എന്ന് പറയും. സ്ട്രൈഡ്, സ്ട്രോഡ്, സ്ട്രിഡൻ. സ്ട്രൈഡ്, സ്ട്രോഡ്, സ്ട്രിഡൻ. ഗുഡ്. സ്ട്രൈഡ്, സ്ട്രോഡ്, സ്ട്രിഡൻ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. 27. മച്ച് വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദ ബ്രിഡ്ജ്. മച്ച് വാട്ടർ, ധാരാളം വെള്ളം. ഹാസ് എന്തായിട്ടുണ്ട്? ഒഴുകിയിട്ടുണ്ട്. ഹാസ് വരുമ്പോൾ തൊട്ടുപുറത്ത് വരുന്ന വെർബ് V3 ആയിരിക്കണം. അപ്പോൾ ഒഴുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലോ എന്നാ പറയാ. ഒഴുക, ഫ്ലോ. ഒഴുകി എന്നതിന് അതിന്റെ V2 എന്താ? ഫ്ലോവിഡ് ആണ്. ഫ്ലോവിഡ്, ഫ്ലോവിഡ്. അങ്ങനെയെങ്കിൽ ഫ്ലോവിഡ്, ഒഴുകി. ഓപ്ഷൻ ഡി ആ ശരി ഉത്തരം. ഒരുപാട് പേർക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്താണെന്നറിയോ? വേറൊരു വാക്കുണ്ട്, ഫ്ലൈ, പറക്കുക. അതിന്റെ V2 ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അത് ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ആണ്. അതും ഇതും തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നോട്ട് ദ പോയിന്റ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപർണ ഹാസ് ഡാഷ് ടു ബംഗളൂർ. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഏതാ വാക്ക്? ഹാസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ചുരുക്കി പറഞ്ഞ ചോദ്യം എന്താ? ഫ്ലൈ എന്ന് പറഞ്ഞ വാക്കിന്റെ V3 എഴുതാൻ വേണ്ടിയിട്ടാണ്. അബദ്ധം പറ്റിപ്പോയല്ലോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ചോദ്യത്തിലെ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഇത് ഫ്ലോൺ ആണ്. അപ്പൊ നേരത്തെ തന്ന ചോദ്യം ഈ ചോദ്യം തമ്മിൽ ഒരുമിച്ച് പഠിക്കാം. 29ാമത്തെ ചോദ്യം, സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ഡാഷ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. സൂക്ഷിച്ചു നോക്കിയാൽ നോക്കുന്തോറും സംശയം വരുന്ന ചോദ്യം. ആദ്യം ഒറ്റ വായനയിൽ ആൻസർ എഴുതിയ കുഴപ്പമൊന്നുമില്ല, ആൻസർ കിട്ടും. പിന്നെ ഇതിലേക്ക് തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനത്തെ ഒരു ചോദ്യം അത്. ദ സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ്. ഒന്നും നോക്കണ്ട. ഇവിടെ ദ സ്മോൾ ബോയ് ഇതാണ് സബ്ജക്റ്റ്. ഈ സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ക്ലോസ് ആണ്. ടൂറിസ്റ്റ് രക്ഷപ്പെടുത്തിയ ബോയ്. അപ്പൊ രക്ഷപ്പെടുത്തലൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കേസല്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അങ്ങനത്തെ സാധനം ഇല്ല എന്ന് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. ദ ബോയ്. ഓക്കെ, എന്താ സംഭവിച്ചത്? ഹാസ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടാണ് ഹാസ് തന്നെ അവിടെ എഴുതിയത്? വൈ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻസ് പഠിക്കുമ്പോൾ, നടന്ന ഒരു കാര്യം കൃത്യമായി സമയം തന്നിട്ടില്ല എങ്കിൽ, യെസ്റ്റർഡേ, എഗോ, അല്ലെങ്കിൽ ഇൻ 1990, 99 എന്നൊക്കെ പറയുമ്പോൾ ഒരു സമയം തന്നു. ഇവിടെ ഒന്നും തന്നിട്ടില്ല. സമയം തന്നിട്ടില്ല എങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെ സമയം ഉണ്ടോ? ഇല്ല. ദ സ്മോൾ ബോയ് ഹാസ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് നമ്മളെ പറ്റിച്ചത്. അത് നിങ്ങൾ തൽക്കാലം അതൊരു ക്ലോസ് ആണ്. അത് മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത 30ാമത്തെ ചോദ്യം. ഫ്രം ഹിയർ വി ക്യാൻ വാച്ച് ദ ഡാഷ് ഓഫ് ദ സൺ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഹിയർ വി ക്യാൻ വാച്ച് ദ ഡാഷ് ഓഫ് ദ സൺ. സൂര്യന്റെ ഉദയം കാണാൻ സാധിക്കും. ഉദയം എന്ന് പറയുമ്പോൾ ഒരു ജെറണ്ടായിട്ടേ പറയാൻ സാധിക്കും. ഉദിക്കുക എന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? റൈസ് എന്ന് പറയാൻ പറ്റും. റൈസിങ് ആണെന്ത്? ഉദിക്കൽ. നമ്മൾ വായിക്കുക എന്നുള്ളതിന് റീഡ് എന്ന് പറയും. അതിന്റെ നാമം എന്താ? റീഡിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ റൈസ്, റൈസിങ്, ഉദയം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 31. രാമു ഡാഷ് നത്തിങ് അറ്റ് ഓൾ. രാമു ഡാഷ് നത്തിങ് അറ്റ് ഓൾ. രാമു ഈസ് ഡൂയിങ് നത്തിങ് അറ്റ് ഓൾ ഉണ്ട്. ഈസ് നോട്ട് വരില്ല. കാരണം എന്താ? നോട്ടുള്ളത് ഇപ്പോഴേ അങ്ങ് തട്ടിക്കും. എന്താ? ഇവിടെ നത്തിങ് ഉണ്ട്. ഓൾറെഡി നെഗറ്റീവാ. 2 നെഗറ്റീവ് ഒരു സെന്റൻസിൽ വരില്ല. ഇനി നമുക്ക് ഡൂയിങ് പറ്റില്ല. കാരണം എന്താ? അതിന് കൂടെ ഓക്സിലറി ഒന്നുമില്ല. ഓക്സിലറി നിർബന്ധമല്ലേ ഒരു സെന്റൻസിനകത്ത്? അല്ലേ? അറിയാ ജോത്സന
സനിലെ, സുനിൽ, റാബിയ, ക്രേസി. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് തട്ടിക്കളയാം. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ്. രാമു ഈസ് ഡൂയിങ് നത്തിങ് അറ്റ് ഓൾ. 32ാമത്തെ ചോദ്യം, മൈ ഹാർട്ട് ജസ്റ്റ് ഫിനിഷ്ഡ് ലഞ്ച് വെൻ ദ ഫോൺ ഡാഷ്. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? ഐ ഹാർട്ട് ജസ്റ്റ് ഫിനിഷ്ഡ് ലഞ്ച് വെൻ ദ ഫോൺ ഹാർഡ് ജസ്റ്റ് ഫിനിഷ്ഡ്. ഇത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് അല്ലേ? ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എസ് പി പ്ലസ് പി പി. അങ്ങനെയെങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ വേണ്ടത്? വെൻ ദ ഫോൺ റാങ്, സിമ്പിൾ പാസ്റ്റ് വേണം. ആ കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചതാ അല്ലേ? ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഈ ചോദ്യം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടം നോക്കിയാൽ മതി. അതാ കിടക്കുന്നു ആൻസർ. ഹീറ്റ്, 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 ഹീറ്റ്. കാട്ട്, കാട്ട്, കാട്ട്. ഫുഡ്, ഫുഡ്, ഫുഡ്. ടി അവസാനിക്കുന്ന ഇങ്ങനെ സിംഗിൾ സിലബിളുള്ള ഇത്തരം വാക്കുകളൊക്കെ ഒരേ V1 V2 V3 ആയിരിക്കും. 34ാമത്തെ ചോദ്യം, രാജു ഡാഷ് വെയിറ്റ് ഫോർ ദ ബസ് ഫോർ 1 hour. അത്രയും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബിഫോർ ഹി ഹയർഡ് എ ടാക്സി. ഒരു ടാക്സി കിട്ടുന്നതിന് മുമ്പ് രാജു ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നുകൊണ്ടിരിക്കുക, അതെങ്ങനെ നിന്നിട്ട് പിന്നെ ഇരിക്കുക? അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഫർസാന? കഥയിൽ ചോദ്യമില്ല അല്ലേ? അപ്പൊ രാജു അങ്ങനെ ബസ് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ കാരണം പിന്നീട് ബസ് കിട്ടിയിട്ടുണ്ടെന്ന് ബിഫോർ ടാക്സി വിളിച്ചിട്ടുണ്ട്. ടാക്സി വിളിക്കുന്നതിന് മുമ്പ് ചെയ്ത പണിയാ. അപ്പൊ ഇവിടെ 4 കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. തുടർച്ചയായ പ്രവൃത്തികളാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത്. ഹാസ് ബീൻ ആണോ ഹാഡ് ബീൻ ആണോ എന്നുള്ളത്. ഹാഡ് ബീൻ ആണ് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഇത് കഴിഞ്ഞിട്ടുണ്ട് ബിഫോർ ഹി ഹയർഡ് എ ടാക്സി, ഒരു ടാക്സി കിട്ടുന്നതിന് മുമ്പ് വരെ. അപ്പൊ ഇവിടുത്തെ കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയേ, ഇത് സിമ്പിൾ പാസ്റ്റ് പ്ലസ് മേലത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതല്ലേ തൊട്ട് മുമ്പ് പറഞ്ഞ കോമ്പിനേഷൻ. ആ സെന്റൻസ് കോമ്പിനേഷന് 3 എണ്ണം ഉണ്ട്. ടെൻസ് പഠിക്കുമ്പോൾ 3 തരം സെന്റൻസ് കോമ്പിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ സംഗതിയൊക്കെ കുറച്ചുകൂടെ വ്യക്തമാവും. എൻ്റെ ടെൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് അൺ അക്കാദമി പ്ലസിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരസ്യം പറയണമല്ലോ. അൺ അക്കാദമി പ്ലസിലുണ്ട്. ഇനി പ്ലസിലില്ലാത്ത ആൾക്ക് യൂട്യൂബിലും സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. 35ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ. ഈ പരസ്യം പറയാന്ന് പറയുമ്പോൾ തമാശയായിട്ട് കാണണ്ട. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അൺ അക്കാദമി പ്ലസ് ആണ്. പറ്റുമെങ്കിൽ പ്ലസിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. പുതിയ കുട്ടികളോട് എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് 2 months ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ. ഇവിടെ ഏതാ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്, സിൻസ് ആണ്. എന്തുകൊണ്ട് സമയമായില്ലേ? നമ്മുടെ സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് മാക്സിമം സ്പീഡിൽ തീർക്കാം. ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ. നമ്മൾ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സിൻസ് എവിടെ ഉപയോഗിക്കുക? സിൻസ് ഉപയോഗിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ പോയിന്റ് ഓഫ് ടൈം? പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം, ഒരു ഇയർ തരിക 1999 മുതൽ, മോർണിംഗ് രാവിലെ മുതൽ. ഇതൊക്കെ എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈമാണ് അല്ലേ? 4 മണി മുതൽ 4 o'clock. അപ്പോൾ ഒരു ടൈം ഈ രീതിയിൽ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ വർഷം തരികയാണെങ്കിൽ, ഇതൊക്കെ എന്താണ്? ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. പക്ഷെ ഇവിടെ ഇതെങ്ങനെയാണ് ഇവിടെ ഈ പറഞ്ഞ സെന്റൻസ് പോയിന്റ് ഓഫ് ടൈം ആവുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൂടാ, സിമ്പിൾ പാസ്റ്റ് സെന്റൻസുകൾ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. സിമ്പിൾ പാസ്റ്റിനെ ഒരു പോയിന്റ് ഓഫ് ടൈം ആയിട്ട് പരിഗണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഇവിടെ സിൻസ് വരും. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല കേട്ടോ വരിക. ഇറ്റ് ഈസ് 2 months സിൻസ് വരെ തരും, എന്നിട്ട് ഇവിടെ ഡാഷ് തരും, എന്നിട്ട് താഴെ പല ടെൻസിലുമുള്ള സെന്റൻസ് തരും. അപ്പോൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? ടീന തോമസ്, വെരി ഗുഡ്. ഏത് സെലക്ട് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് ഉണ്ടോ നോക്കണം. കാരണം എന്താ? സിൻസ് വന്നാൽ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈം ആയി പരിഗണിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്.
അങ്ങനെയെങ്കിൽ അത് തിരഞ്ഞെടുക്കണം. ഇവിടെ നമുക്ക് അതല്ല ചോദിച്ചത്, ഇവിടെ ഏത് പ്രപ്പോസിഷൻ ആണെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം 36. പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഡാഷ് അപ്പ്. വെജിറ്റബിൾസിന്റെ പ്രൈസ്, വില കൂടി എന്ന് പറയാൻ ഒരു സംശയമില്ല. പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക, പ്രസന്റ് പെർഫെക്റ്റ്. അതെന്താ? വില കൂടിയാലല്ലേ കൂടി എന്ന് പറയുള്ളൂ. വില കുറഞ്ഞാൽ നമ്മൾ ആരെയും കുറഞ്ഞു എന്ന് പറയാറുണ്ടോ? ആണോ? വില കുറഞ്ഞാൽ പറയും, പെട്രോളിന് വില കൂടിയാൽ പറയില്ലേ? അതിന് കുറയാറില്ലല്ലോ അല്ലേ? കുറഞ്ഞാലല്ലേ പറയാ കുറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും കുറഞ്ഞാൽ നമ്മൾ പറയും. നമ്മൾ എപ്പോഴാണ് വില കൂടിയെന്ന് പറയാ? വില കൂടിയാലല്ലേ പറയാ. നമ്മൾ പറയുന്ന കാര്യം പറയുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ, പറയുന്ന കാര്യത്തിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്രൈസ് എന്ന് പറയുന്നത് സിംഗുലറാ. വെജിറ്റബിൾസ് അല്ല നിങ്ങൾ നോക്കേണ്ടത്, വെജിറ്റബിൾസിന്റെ വിലയാണ്. വില സിംഗുലറാ. അപ്പൊ പിന്നെന്താണ്? ഹാസ് ഗോൺ ആണ് ശരി ഉത്തരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്നപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രൈസ് ഹൈക്ക് പറയാൻ, ഒരു പുസ്തകം വായിച്ചെന്ന് പറയാൻ, റെഡ് എ ബുക്ക്. വാച്ച്ഡ് എ മൂവി, ഒരു സിനിമ കണ്ടെന്ന് പറയാൻ. ഇതെല്ലാം കൂടാതെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരു വ്യക്തിയെ അറിയാം, നോ എ പേഴ്സൺ എന്ന് പറയാൻ ഏത് ടെൻസ് ഉപയോഗിക്കുന്നു? ഈ ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. നോ എ പേഴ്സൺ, ഈ എനിക്ക് ഇന്നയാളെ അറിയാം എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് അല്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചു, കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചു ചോദ്യം, നമ്മുടെ ക്ലാസ് കണ്ടവരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. 37ാമത്തെ ചോദ്യമായി ഡാഷ് റെഡ് ചെമ്മീൻ. ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, പുസ്തകം വായിച്ചു. ഞാൻ ചെമ്മീൻ എന്ന് പറഞ്ഞ പുസ്തകം കേട്ടോ, തിന്നുന്ന ചെമ്മീൻ മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക. നിങ്ങൾക്കല്ല കേട്ടോ, സോറി, ആർക്കെങ്കിലുമൊക്കെ. നിങ്ങളൊക്കെ അത്യാവശ്യം വായിക്കുന്ന ആൾക്കാരാണ് അല്ലേ അമൽജിത്തെ? ഞാൻ സുജു മറിയത്തിന് ഉദ്ദേശിച്ച് പറഞ്ഞ, സുജു മറിയത്തിന് തിന്നുന്ന ചെമ്മീൻ മാത്രമേ അറിയുള്ളൂ അല്ലേ സുജു മറിയം? അമൽജിത്ത് അങ്ങനെയല്ല, അമൽജിത്തിന് അത്യാവശ്യം വായനാശീലമൊക്കെ ഉള്ള. ഈ ചെമ്മീൻ ഏത് ചെമ്മീനാ? സിനിമയോ? ചില ആൾക്കാർക്ക് ചെമ്മീൻ നോക്കുമ്പോൾ സിനിമ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ചെമ്മീൻ ഒരു വലിയ എന്താ പറയുക, വളരെ മലയാളത്തിലെ ഏറ്റവും മഹത്തായ നോവലുകളുള്ള ഒരു നോവലാണ്. തകഴിയുടെ നോവലായിട്ടല്ലേ പിന്നെ സിനിമയൊക്കെ ആയത്. അപ്പൊ ചെമ്മീൻ ഒരു പുസ്തകമാണെന്ന് വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ അയ്യായതുകൊണ്ട് ഹാവ് പെർഫെക്റ്റ് ടെൻസിലാ പറയാ അല്ലേ? ഓക്കെ, അടുത്തത് ഹി കെയിം ആഫ്റ്റർ ഹിസ് ഫ്രണ്ട് ഡാഷ്. ഹി കെയിം, അവൻ വന്നു. എപ്പോ? ആഫ്റ്റർ ഹിസ് ഫ്രണ്ട്. ഇവിടെ കെയിം ആഫ്റ്റർ ഹിസ് ഫ്രണ്ട്, കൂട്ടുകാരൻ ഡാഷ്. സ്വാഭാവികമായിട്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കൂലേ അല്ലേ? ഒരു സെന്റൻസിൽ 2 പാസ്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നില്ലേ? ആദ്യം നടന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, ഹാർഡ് ലെഫ്റ്റ്. 39ാമത്തെ ചോദ്യം, വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ ഇതൊരു യൂസേജുമായി ബന്ധപ്പെട്ടതാണ്. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ, വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഉണ്ടെങ്കിൽ വുഡ് യു മൈൻഡ് പ്ലസ് വെർബിന്റെ ing ആണ്. സോറി, അങ്ങനെയെങ്കിൽ ഇവിടെ ശരി ഉത്തരം കമ്മിങ് വിത്ത് മീ. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ. 40, വുഡ് യു ഡാഷ് ആൻ ഓറഞ്ച്. ഇവിടെ മൈൻഡ് ഇല്ല കേട്ടോ, മൈൻഡ് ഇല്ല ഇവിടെ, വെറും വുഡ് യു മാത്രമേ ഉള്ളൂ. വുഡ് യു ആണ് വരുന്നെങ്കിൽ, വുഡ് യു മാത്രമേ ഉള്ളൂ എങ്കിൽ V1 മതി. അങ്ങനെയെങ്കിൽ ഇവിടെ ലൈക്ക്, വുഡ് യു ലൈക്ക് ആൻ ഓറഞ്ച് കേട്ടോ. ഇനി അടുത്തത് യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രയോഗമുണ്ട്. യു ഹാഡ് ബെറ്റർ വന്നാൽ ഏതാ? ഓപ്ഷൻ 2, ഗോ, ഗോഡ്, വാണ്ട്. വെരി വെരി ഗുഡ്. ഏതാ? ഗോ. എന്തുകൊണ്ടാ? യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഹാഡ് ബെറ്റർ എന്നാണ് പ്രയോഗം. ഹാഡ് ബെറ്റർ പ്ലസ് V1 ആണ് കേട്ടോ. അടുത്ത 42, ഐ യൂസ്ഡ് ടു ഡാഷ് വെൻ ഐ വാസ് എ ചൈൽഡ്. യൂസ്ഡ് ടു എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പഴയ ശീലം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പഴയ കാര്യം, പഴയ ശീല. പഴയ ശീലം പറയുമ്പോൾ യൂസ്ഡ് ടു വെച്ചിട്ടാ പറയാ. യൂസ്ഡ് ടു എന്ന് പറയുന്ന പ്രയോഗം 2 യൂസ്ഡ് ടു ഉണ്ട്. ഒരു യൂസ്ഡ് ടു ഉണ്ട്, പിന്നെ ബി യൂസ്ഡ് ടു ഉണ്ട് കേട്ടോ. ബി യൂസ്ഡ് ടു ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. യൂസ്ഡ് ടു പറഞ്ഞാൽ V1 ആയിരിക്കും. യൂസ്ഡ് ടു ഉണ്ട് കേട്ടോ, യൂസ്ഡ് ടു പ്ലസ് V1. എന്നാൽ ബി യൂസ്ഡ് ടു പ്ലസ് വെർബിന്റെ ing ആയിരിക്കും. ബി യൂസ്ഡ് ടു, ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്, ആമ്, ആറ്, വാസ്, വേറൊക്കെയാണ് ബി. ഈസ് യൂസ്ഡ് ടു, അതായത് പ്രസന്റിൽ ഒരു ശീലം പറയാൻ ബി യൂസ്ഡ് ടു ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശരി ഉത്തരം ഡാൻസ് ആണ്, കാരണം V1 ആണ് യൂസ്ഡ് ടു ആയതുകൊണ്ട്.
ഷീ ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ആൻസർ അങ്ങ് പറഞ്ഞോളൂ. ഏതാണോ ശരി ഉത്തരം? ഇത് ബി അല്ലേ? ബി യൂസ്ഡ് ടു പ്ലസ് ING ആണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ. അങ്ങനെയെങ്കിൽ സ്ലീപ്പിംഗ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 44. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ശൈലിയാണ്. ലുക്ക് ഫോർവേഡ് പ്ലസ് ടു. ലുക്ക് ഫോർവേഡിന്റെ കൂടെ എന്തായാലും ടു ഉണ്ടാവും. ലുക്ക് ഫോർവേഡ് ടു എന്നാ പ്രയോഗം. ലുക്ക് ഫോർവേഡ് ടു എന്നാണ് പ്രയോഗം. ലുക്ക് ഫോർവേഡ് ടു പ്ലസ് ING ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ ടു ഇവിടെ മാത്രമേ ഉള്ളൂ. ലുക്ക് ഫോർവേഡിന്റെ കൂടെ ടു ഉണ്ടാവണമല്ലോ. അങ്ങനെയെങ്കിൽ ഇതാണല്ലോ ശരി. ഒറ്റ നോട്ടത്തിന് ആൻസർ എന്ന് പോരും. അടുത്ത ചോദ്യം 45. മസ്റ്റ് സ്റ്റഡി മാത്സ്. എന്താ സംഭവം? ഓപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും എന്ത് ചോദ്യമാണ്. എന്ത് ചോദ്യ? പാസീവ് വോയിസിന്റെ ചോദ്യമാണ്. ഓപ്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി. ഇതെങ്ങനെയാ മനസ്സിലാക്കുക? അതായത് മോഡൽ ഓക്സിലറി വെർബായ മസ്റ്റ്, ക്യാൻ, മേ, ഓട്ട് ഇതുപോലെയുള്ള എന്താ പറയുക എല്ലാ മോഡൽ ഓക്സിലറി വന്നാലും മോഡൽ ഓക്സിലറി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബി ഉണ്ടാകും. B+B3 ഉണ്ടാവും. ബി. അങ്ങനെയെങ്കിലും മസ്റ്റ് ബി, മസ്റ്റ് ബി, മസ്റ്റ് ബി. അയ്യോ പിടിക്കാൻ പറ്റിയില്ല. എല്ലാം ശരിയാണല്ലോ. ഇനി മസ്റ്റ് ബി കഴിഞ്ഞ് B3 ഉണ്ടോ? സ്റ്റഡീഡ് ഉണ്ട്, സ്റ്റഡീഡ് ഉണ്ട്. ഇത് പോയി. സ്റ്റഡീഡ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇവിടെ ബൈ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടു ഉപയോഗിച്ച് ഇതും കളഞ്ഞു. പാസീവ് വോയിസിൽ ബൈ ഉണ്ടാവുമല്ലോ. ഇനി ഐ സബ്ജക്റ്റ് ആയ ഐ ഒബ്ജക്റ്റ് ആവുമ്പോൾ മീ ആയി മാറും. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഡോഗ് ഷുഡ് നോട്ട് ഈറ്റ് ബോൺസ്. എൻ്റെ പട്ടി എന്ത് കഴിക്കാൻ പാടില്ല? പട്ടിക്ക് ബോൺസ്, എല്ല് കഴിക്കാൻ പാടില്ല. എന്തൊരു പട്ടിയത്? അപ്പൊ അതിന്റെ പാസീവ് വോയിസ് നോക്കിയേ. മൈ ഡോഗ് ഷുഡ് നോട്ട് ഈറ്റ് ബോൺസ്. വാമനോ? യമനോ? യമനൊക്കെ ഇട്ടിട്ട് നമ്മളെ ക്ലാസ്സിൽ കൊള്ളാം കൊള്ളാം. ക്രേസി കുക്കിംഗ് ബൈ ജസ്ന. എന്താണ്? യൂട്യൂബ് ചാനലാണോ ജസ്ന? അയ്യോ ചാനലിന്റെ പേര് പറഞ്ഞ പ്രൊമോഷൻ ആവും. സൗരവേ വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. മൈ ഡോഗ് ഷുഡ് നോട്ട് ഈറ്റ് ബോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ മാക്സിമം സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഷുഡ് നോട്ട് ആണ്. ബോൺസ് സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലെ? ബോൺസ് 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 ബോൺസ്. ഷുഡ് 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 ഷുഡ്. നോട്ട്, ഷുഡിനോട് നോട്ട് പോകണമല്ലോ. ഇവിടെ എന്താ നോട്ട്? ഷുഡ് ബി നോട്ട്. അത് വരില്ല. ഷുഡ് നോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബി വരാൻ പാടുള്ളൂ. ഷുഡ് ബി വരാൻ പറ്റില്ല. അത് പോസിറ്റീവ് ആയി പോയില്ലേ? ഷുഡ് നോട്ട് ബി ഈറ്റൺ, ഷുഡ് നോട്ട് ബി ഈറ്റൺ ബൈ മൈ ഡോഗ്, ബൈ മൈ ഡോഗ്. അപ്പോൾ ഇവിടെ തെറ്റി നോക്കാം. ബോൺസ് ഷുഡ് നോട്ട് ബി, ബോൺസ് ഷുഡ് നോട്ട് ബി ഈറ്റൺ ബൈ മൈ ഡോഗ്. ഇത് രണ്ടും ഒന്നാണല്ലോ അല്ലേ? ബോൺസ് ഷുഡ് നോട്ട് ബി ഈറ്റൺ ബൈ മൈ ഡോഗ്, ബോൺസ് ഷുഡ് നോട്ട് ബി ഈറ്റൺ ബൈ മൈ ഡോഗ്. റിയലി സോറി, ഈ ക്വസ്റ്റ്യൻ PSC പിൻവലിച്ചിരിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം. നോ സൂണർ, സോറി അവിടെ എന്താ പറഞ്ഞത്? യെസ് സോറി, റിയലി സോറി, എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്. സോറി. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോന്ന് ഞാൻ പരീക്ഷ നോക്കിയതാ കേട്ടോ. കൊള്ളാം. നിങ്ങൾക്ക് നല്ല ജാഗ്രതയുണ്ട്, ശ്രദ്ധയുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്. 2 ഓടാൻ ആവശ്യമാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 47ാമത്തെ ചോദ്യം. നോ സൂണർ ഹാഡ് ഷി ഹേർഡ് ദ സാഡ് ന്യൂസ് ഡാഷ് ഷി ബർസ്റ്റ് ഇൻടു ടിയേഴ്സ്. നോ സൂണറിന്റെ പ്രയോഗം നിങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ പ്ലസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നോ സൂണർ വെച്ച് പറഞ്ഞാൽ നോ സൂണർ ദാൻ എന്നാണ്. ഇതൊരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ധാൻ ഉണ്ടോ നോക്കി. എന്താ? നോ സൂണർ വന്നാൽ ധാൻ ഉണ്ടാവും. അടുത്തത് 48. ക്യാരി എ നമ്പർ ലെസ്റ്റ് ഇറ്റ് ഡാഷ് ഫോർ എനി. ലെസ്റ്റ് ഉണ്ടെങ്കിൽ ഷുഡ് ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഷുഡ് ഉണ്ടോ? ഉണ്ട്. 49ാമത്തെ ചോദ്യം. ഇറ്റ് ഇസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇത് മറ്റൊരു പ്രയോഗമാണ്. ഇറ്റ് ഇസ് ടൈം ആൻഡ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം എന്നും പറയാം കേട്ടോ. ഇറ്റ് ഇസ് ടൈം ഓർ ഇറ്റ്സ് ഹൈ ടൈം. സമയം അതിക്രമിച്ചിരിക്കുന്നു. വീട്ടുകാരൊക്കെ പറയാറുണ്ട് അല്ലേ? ടീന എന്താ പറയാറുള്ളത്? സമയം അതിക്രമിച്ചിരിക്കുന്നു. കല്യാണം കഴിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണോ പറയല്?
അല്ല, ജോലി വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ല യമനെ, നീ ഒരു ഒരു സർക്കാർ ജോലി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൈം എന്ന് പറഞ്ഞാൽ മതി. അതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ റൂള് എന്താണ്? ഇറ്റ്സ് ഹൈ ടൈം. ഇറ്റ്സ് ഹൈ ടൈം റൂള്, ഇറ്റ്സ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം കഴിഞ്ഞിട്ട് ഒരു പ്രോനൗണോ അല്ലെങ്കിൽ നൗണോ ഉണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ചിൽഡ്രൻ നൗണാണ്, V2 ആണ് ഉപയോഗിക്കേണ്ടത്. V2. അതില്ലെങ്കിൽ V1 ഉപയോഗിച്ചാൽ മതി. ഈ സാധനം ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് V1 ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ പ്രോനൗണോ നൗണോ ഉണ്ടെങ്കിൽ V2 ഉപയോഗിക്കണം. അങ്ങനെയെങ്കിൽ went to bed ആണ് വേണ്ടത്. It's time the children went to bed. കുട്ടികൾ കിടക്കാൻ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 50ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. She dashed him a year ago. Ago കണ്ടാൽ അറിയാം സിമ്പിൾ പാസ്റ്റ് ആണ്. met. സിമ്പിൾ പാസ്റ്റ്. She met him a year ago. നിങ്ങൾ എല്ലാവരോടും കണക്കാതെ പ്ലസിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 51ാമത്തെ ചോദ്യം. If you study well, you dash. എന്തായിരിക്കും ഇവിടെ ശരി ഉത്തരം? ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളതാണ്. നന്നായിട്ട് പഠിച്ചാൽ, അല്ലേ? ആൻസർ ചെയ്യൂ. ജോത്സന, ഫാത്തിമ, ഡ്രീം ഗേൾ. ഇഫ് യു സ്റ്റഡി വെൽ, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ, സബോർഡിനേറ്റ് ക്ലോസിൽ സ്റ്റഡി V1 ആണ്. ഇവിടെ V1 അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് വന്നാൽ ഇവിടെ എന്തുണ്ടാവും? വിൽ ഉണ്ടാകും. വിൽ പ്ലസ് വെർബ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. വെരി സിമ്പിൾ. വിൽ സക്സീഡ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈ സക്സീഡ് എന്ന് പറഞ്ഞാൽ ഈ ഡി ഒക്കെ കാണുമ്പോഴേ ഇത് പാസ്റ്റ് ആണോ എന്നൊരു തെറ്റ്. ഇത് പാസ്റ്റ് അല്ല കേട്ടോ. സക്സീഡ് എന്ന് പറയുന്നത് വെർബിന്റെ V1 രൂപമാണ്. അതിന്റെ പാസ്റ്റ് ആണെങ്കിൽ ഒരു ED കൂടി കൂട്ടേണ്ടി വരും. സക്സീഡഡ് എന്ന് കൂട്ടേണ്ടി വരും. അപ്പോഴാണ് അത് V2 ആയി മാറുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ അത് മാറ്റണം. 52ാമത്തെ ചോദ്യം. ഇഫ് ഐ വർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഐ ഡാഷ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം അല്ലേ? ഇത്തരത്തിലെ നടക്കാത്ത സ്വപ്നങ്ങളെ നമ്മൾ പറയുമ്പോൾ ഐന്റെ കൂടെ വേർ എഴുതും. ഐന്റെ കൂടെ വേർ എഴുതും. ഐന്റെ കൂടെ വേറാണോ സാധാരണ ഉപയോഗിക്കല്ല. ഐന്റെ കൂടെ വാസ് അല്ലേ? ഐ വാസ് എന്നാ പറയുക. പക്ഷെ ഇത്തരം കേസുകളിൽ വേർ ഉപയോഗിക്കും. ഹീന്റെ കൂടെ വാസാണ് ഉപയോഗിക്കുക. ഇത്തരം കേസുകളിൽ ഹി വേർ. ഷീന്റെ കൂടെ വാസ ഉപയോഗിക്കുക. പക്ഷെ ഇതുപോലെയുള്ള ഇമാജിനറി കേസുകൾ പറയുമ്പോൾ, നടക്കാത്ത കാര്യം പറയാനാണെങ്കിൽ വേർ ഉപയോഗിക്കും. സത്യത്തിൽ ഇത് സിമ്പിൾ പാസ്റ്റ് രൂപത്തിലാണ് ഈ വേർ ഇരിക്കുന്നത്, ഒരവസ്ഥയെ കുറിക്കാൻ പറയുമ്പോൾ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ വുഡ് ആണ് ഉണ്ടാവേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇപ്പൊ ഇമാജിനറി കേസ് വന്ന വുഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ. 53ാമത്തെ ചോദ്യം. ഷി പ്രിഫേഴ്സ് കോഫി ഡാഷ് ടീ. ഏതാ ശരി ഉത്തരം? വളരെ സിമ്പിളാ. പ്രിഫർ കഴിഞ്ഞാൽ അല്ലേ, സീനിയർ കഴിഞ്ഞാൽ, ജൂനിയർ കഴിഞ്ഞാൽ, സുപ്പീരിയർ കഴിഞ്ഞാൽ, ഇൻഫീരിയർ കഴിഞ്ഞാൽ, ഇങ്ങനെ ആറിൽ അവസാനിക്കുന്ന ഇതുപോലത്തെ വാക്കുകളൊക്കെ കഴിഞ്ഞാൽ ടു ആണ്. ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഷി പ്രിഫേഴ്സ് കോഫി ടു. പ്രിഫർ വന്നതുകൊണ്ട് ടു. പ്രിഫർ കോഫി ടു ടീ. ചായയേക്കാൾ അവൾക്ക് ഇഷ്ടം കാപ്പിയാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ഡാഷ് യോർ. ഓക്കെ, എൻ്റെ ക്യാമറ നിന്റെ ക്യാമറയേക്കാൾ മികച്ചതാണ്. സുപ്പീരിയർ കണ്ടാൽ ഒന്നും നോക്കണ്ട അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 6 സൗണ്ടിൽ അവസാനിക്കുന്ന ഇത്തരം വാക്കുകളൊക്കെ പ്രപ്പോസിഷൻ ടു ആയിരിക്കും ഉണ്ടാവുക. സുപ്പീരിയർ ടു യോർസ്. When I reached the station, the train dash already left. നേരത്തെ 50 ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ അത്തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വരാം കേട്ടോ. ഇവിടെ നമുക്കറിയാം, ഒരു സെന്റൻസിനകത്ത് 2 ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നടന്നത് ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്.
ഒരുപാട് ക്വസ്റ്റ്യൻസും അവിടെ ചോദിച്ചിട്ടുണ്ട്. 56-ാമത്തെ ചോദ്യം, ഐ ഹാവ് ബീൻ സ്റ്റേ ഹിയർ ഡാഷ് 2005. ഈ ചോദ്യത്തിന്റെ രൂപത്തിലുള്ള ചോദ്യങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഏതാ ശരി ഉത്തരം? ഒരു പോയിന്റ് ഓഫ് ടൈം പറയാൻ സിൻസ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ന് ഒന്നിൽ കൂടുതൽ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അന്ന് അക്കാദമി കൂടുതൽ ക്ലാസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ദിവസമാണ്. ഷീ ഹാസ് ബീൻ സ്റ്റേ ഹിയർ ഡാഷ് 5 years. 5 years എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ഒരു പീരീഡ് ഓഫ് ടൈം പറയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? ഫോർ ഉപയോഗിക്കുന്നു. ഫോർ. വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടു ഒരു ശൈലിയാട്ടോ, ഒരു പ്രയോഗമാണ്. വിത്ത് എ വ്യൂ ടു. With a view to dash property, a detailed list is appended to. Verifying, verifying, verified, and being verified. With a view to എന്ന് പറയുന്ന വാക്ക് പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. With a view to വന്നു കഴിഞ്ഞാൽ, a view to, with a view to കഴിഞ്ഞാൽ ing വെർബിന്റെ ing വേണ്ടത്. അങ്ങനെയെങ്കിൽ വെരിഫൈയിങ് ആണ് ശരി ഉത്തരം. വെരിഫൈങ്. 59-ാമത്തെ ചോദ്യം, we had hardly walked in dash the phone rang. ഇത് കൺജങ്ഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. റിയലി സോറി, കൺജങ്ഷൻസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? പറയൂ. കൺജങ്ഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. ഹാർഡിലി, അതുപോലെ വേറൊരു വാക്കുണ്ട് സ്കേഴ്സിലി. ഹാർഡ്ലിയും സ്കേഴ്സിലിയും വന്നാൽ വെൻ ആണ് ഉപയോഗിക്കുക. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ എന്നാണ്. ഇത് കോറിലേറ്റീവ്സ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. കോറിലേറ്റീവ്സ് ആണ്. അപ്പോൾ ഹാർഡ്ലി കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, വെൻ ആണ്. അല്ലേ? എൻ്റെ ഫോൺ റാങ്ക് ചെയ്ത ആളവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രസാര ക്ലാസ് ശ്രദ്ധിക്കൂട്ടോ. 60-ാമത്തെ ചോദ്യം, സ്കേഴ്സ്ലി ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ. വീണ്ടും ദ സ്കേഴ്സ്ലി. ഏതാ ശരി ഉത്തരം? സ്കേഴ്സ്ലി കണ്ടാൽ പിന്നെ നമുക്ക് വേറെ സംശയമൊന്നുമില്ല, വെൻ തന്നെയാണ് ശരി ഉത്തരം, അല്ലേ? സ്കേഴ്സ്ലി വെൻ. ഷി ഹാഡ് നത്തിങ് എൽസ് ടു ഡു ഡാഷ് ക്രൈ. അവൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പിന്നെ ആകെയുള്ളത് എന്താ? കരയുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് അറിയാം? നത്തിങ് ബട്ട്, അല്ലെ? എന്താണ്? നത്തിങ് ബട്ട് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. നത്തിങ് ബട്ട് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. നത്തിങ് ബട്ട്. അപ്പൊ ഇവിടെ ബട്ട് ആണ് ശരി ഉത്തരം. 62-ാമത്തെ ചോദ്യം, the box is so heavy dash I cannot lift it. ഇതും കൺജങ്ഷന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ്. ദാറ്റ് ആണോ, ധാൻ ആണോ, വെൻ ആണോ, ടു ആണോ? വെരി സിമ്പിൾ ആണ് ആൻസർ. ഇവിടെ കണ്ടോ? സോ കണ്ടോ? സോ ദാറ്റ്. സോ ദാറ്റ് എവിടെയാ ചേർക്കുക? ഏതെങ്കിലും ഒരു കോസ്, ഓക്കെ, ഒരു കോസ് കൊണ്ട്, ഒരു കാരണം കൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടായാൽ, ഇതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് എന്നാ പറയാ ഗ്രാമറിൽ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾ ഗ്രാമർ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ബോക്സ് ഇസ് സോ ഹെവി, കനം കൂടുതലായിരുന്നു. അപ്പോൾ കോസിന്റെ കൂടെയാണ് നമ്മൾ സോ വെക്കുക. അതുകൊണ്ട് എന്ത് പറ്റിയില്ല? ദാറ്റ് വെക്കുന്ന എന്തിന്റെ കൂടെയാ? അതിന്റെ എഫക്റ്റിന്റെ കൂടെയാണ്. ദാറ്റ് ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്, അതെനിക്ക് എടുക്ക് പൊന്തിക്കാൻ സാധിച്ചില്ല. സോ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ദാറ്റാന്നുള്ളത്, അല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. സോ കണ്ടപ്പോൾ ദാറ്റാണെന്ന് മനസ്സിലായി. 63, ഇറ്റ് ഇസ് നോ യൂസ് ഡാഷ് ടു ഹിം. ഇറ്റ് ഇസ് നോ യൂസ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. ഇറ്റ് ഇസ് നോ യൂസ് പ്ലസ് വെർബിന്റെ ing ആണ്. ഇറ്റ് ഇസ് നോ യൂസ് ടോക്കിംഗ് ടു ഹിം. അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഗുഡ്. 64, many a man dash tempted by gold. Many a man is tempted by gold. Many a man സിംഗുലർ ആണ്. ഇതിനു മുമ്പ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല. 65, one of my cousins dash in Italy. ഈ ചോദ്യവും കഴിഞ്ഞ അധ്യായത്തിൽ ചോദിച്ചുകൊണ്ട് വിശദീകരണമൊന്നുമില്ല. വൺ ഓഫ് കണ്ടാൽ സംഗതി മനസ്സിലായി. ഏതാ? സിംഗുലർ ആണ്. One of my cousin is in Italy. As two books and films. സിനിമയും അതുപോലെ പുസ്തകവും സിനിമയും, ഈ രണ്ട് കാര്യത്തിൽ ഐ പ്രിഫർ ദ ഡാഷ് ടു എന്റർടൈൻ മൈസെൽഫ്.
രണ്ട് കാര്യം പറഞ്ഞിട്ട് അതിൽ രണ്ടാമത്തേത്, അതായത് ബുക്കിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ടെണ്ണത്തിൽ രണ്ടാമത്തേത് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതാണ് എന്നെ എന്റർടൈൻ ചെയ്യുന്നത്. അതേതാ സിനിമയാണ്. രണ്ടാമത്തത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ലാറ്റർ എന്നാണ്. ഓപ്ഷൻ ഡി ആ ശരി ഉത്തരം. അടുത്തത്, യു ക്യാൻ മീറ്റ് മീ അറ്റ് എ ഡാഷ് ടൈം. ഇവിടെ എന്താ? ടൈമിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സമയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ലാറ്റർ അല്ല, ലാറ്റർ പൊസിഷനെയാണ് രണ്ടാമത്തേത് എന്ന് പറയാനാണ്. ടൈമിനെ സൂചിപ്പിക്കുന്നത് എങ്കിൽ ലേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ലേറ്റർ, ലാറ്റർ അല്ല, ലേറ്റർ. 67 ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. സൗരവ്, സുരേഷ്, അജു, ലക്ഷ്മി, ഫാത്തിം, റിഷാന, ഫർഹാന. 68ാമത്തെ ചോദ്യം 50 രൂപീസ്. വളരെ സിമ്പിൾ ആണ്. ഇതും കോൺകോഡിന്റെ ഭാഗത്ത് വന്നുള്ളതാണ്. 50 രൂപീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപീസ് എത്ര ആയിക്കോട്ടെ, അത് 50 ആയാലും 100 ആയാലും 1 കോടി രൂപയായാലും വേണ്ടില്ല, ഒക്കെ സിംഗുലർ ആണ്. അപ്പോൾ പണം, മണി എപ്പോഴും സിംഗുലർ ആയിരിക്കും. മെഷർമെന്റ്, അളവ് പറയുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ അത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ മെഷർമെന്റ് പറയാൻ, ഡിസ്റ്റൻസ് പറയാൻ, ഓക്കെ, വെയിറ്റ് ഒക്കെ പറയില്ലേ, ഒക്കെ സിംഗുലർ ആയിരിക്കും. 69 റിക്കറ്റ്സ് ഡാഷ് ഡെഫിഷ്യൻസി ഡിസീസ്. റിക്കറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മലയാളം കണ അല്ലെ? കണ എന്ന് പറയുന്ന അസുഖമില്ലേ? ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്? ബയോളജിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത് വിറ്റമിന്റെ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്? പറഞ്ഞോളൂ, അറിയുമെങ്കിൽ പറഞ്ഞോളൂ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാ. വിറ്റമിൻ ഡിയുടെ കുറവ്, കണ അല്ലെ? വിറ്റമിൻ ഡിയുടെ കുറവാണ്. ഓക്കെ, അപ്പൊ റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പൊ എപ്പോഴും ഡിസീസ്, ഗെയിംസ് ഇല്ലേ, ഗെയിം, കളികളുടെ പേരുകൾ, അതുപോലെ സബ്ജക്റ്റുകളുടെ പേര്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകൾ, എല്ലാവിധം ഡിസീസും ഗെയിംസും സബ്ജക്റ്റും, ടൈറ്റിൽ ഓഫ് ബുക്സ്, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, ഇതൊക്കെ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും എന്ന് ഒരു റൂള് കോൺകോഡിലുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും റിക്കറ്റ്സ്, ഇവിടെ എസ് ഒക്കെ കാണുമ്പോഴേ പ്ലൂറലാണെന്ന് തോന്നിപ്പോകാം, സിംഗുലർ ആണ്. 70ാമത്തെ ചോദ്യം, ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. പ്രാവശ്യം പ്രിലിമിനറി പരീക്ഷയ്ക്കും ഈ ചോദ്യം വന്നിരുന്നു അല്ലേ? ഇവിടെ ഏതാ ശരി ഉത്തരം? മരിച്ചു പോവുക എന്നതിന് ഡൈഡ് ഓഫ് ഉപയോഗിക്കും, ഡൈഡ് ഫ്രം ഉപയോഗിക്കും, ഡൈഡ് ബൈ ഉപയോഗിക്കും. ഡൈഡ് ഓഫ്, ഡൈഡ് ഫ്രം, ഡൈഡ് ബൈ, ഡൈഡ് ഇൻ. ഏതാ ശരി ഉത്തരം? ഇവിടെ ക്യാൻസർ ഒരു മാരകമായ അസുഖമാണ്. ഒരു മാരകമായ അസുഖത്താലാണ് മരിക്കുന്നതെങ്കിൽ ഓഫ് ഉപയോഗിക്കുന്നു, ഡിസീസ്. അതർ ദാൻ ഡിസീസ്, അതർ റീസൺ, ഡിസീസ് അല്ലാത്ത അതർ റീസൺ. ഈ അതർ റീസൺ എന്താണെന്നുള്ളത് അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും. രോഗമല്ലാത്ത എന്തെങ്കിലും കാരണം, ശ്വാസം മുട്ടി മരിക്കുക, അതൊരു രോഗമല്ലല്ലോ. അപ്പോൾ ഡൈഡ് ഫ്രം സഫക്കേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഡൈഡ് ബൈ, ഒരാളുടെ കൈ കൊണ്ട് മരിച്ചാൽ, ഒരു ആക്സിഡന്റിൽ മരിച്ചാൽ എന്താ? ഡൈഡ് ഇൻ. അപ്പം ഇവിടെ രോഗമായതുകൊണ്ട് ഡൈഡ് ഓഫ് ആണ് ശരി ഉത്തരം, ഡൈഡ് ഓഫ് ക്യാൻസർ. അടുത്ത പോയിന്റിലേക്ക് വരാം. ഹി ഡൈഡ് ഡാഷ് സ്റ്റാർവേഷൻ. ഹി ഡൈഡ് ഡാഷ് സ്റ്റാർവേഷൻ. ഏതാ അവിടെ ശരി ഉത്തരം? പട്ടിണിയാൽ മരിച്ചു. ഡൈഡ് ഫ്രം ആണ് വരിക, പട്ടിണി കൊണ്ടാണ് മരിച്ചത്. 72 ഹി യൂസ്ഡ് ടു ബി എ ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ. ക്വസ്റ്റ്യൻ ടാഗിന്റെ വിഭാഗത്തിൽ നിന്നുള്ളൊരു ചോദ്യം. ഏതാണ് ശരി ഉത്തരം? നമുക്കറിയാം, യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ആരുണ്ട്? ഡിഡ് ഉണ്ട്. യൂസ്ഡ് ടു പറഞ്ഞാൽ ഡിഡ് ആണ് അല്ലെ? അത് നമ്മൾ പുറത്തെടുക്കേണ്ട ഓക്സിലറി. കാരണം ഇതൊരു സെമി വെർബാണ്, പൂർണ്ണമായ ഓക്സിലറി അല്ല, എന്നാൽ ഓക്സിലറി ആണ്, വെർബാണ്. അതിനുള്ളിൽ നമ്മൾ ഡിഡിനെ പുറത്തെടുക്കണം.
നെഗറ്റീവ് ആക്കിയിട്ട് ഡിഡ് ഹി. ഓപ്ഷൻ ഡി ആ ശരി ഉത്തരം. 72. ഗുഡ്. 73ാമത്തെ ചോദ്യം. ഐ ആം നോട്ട് ലേറ്റ്. ഐ ആം നോട്ട് ലേറ്റ്. ഏതാ ശരി ഉത്തരം? ഐ ആം നോട്ട് ലേറ്റ്. ആം നോട്ടിനെ നിന്നും ആമിനെ പുറത്തെടുത്തിട്ട് ആം ഐ. ഓപ്ഷൻ എ ആ ശരി അല്ലേ? ആം ഐ. ഓപ്ഷൻ എ ശരി. 74. ഇഫ് ദ റിയലി ടയേർഡ് ദ ഡാഷ് ദ പ്രൈസ്. അവർ ശരിക്കും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡാഷ്. ഇവിടെ നോക്കിയേ, ടയേർഡ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് ക്ലോസിൽ, സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ ഇപ്പുറത്ത് എന്തുണ്ടാവും? വുഡാണ് ഉണ്ടാവേണ്ടത്. വുഡ് ഇല്ലെങ്കിൽ വുഡിന്റെ അപരന്മാരായ കുഡ്, മൈറ്റ്, ഷുഡ് ഒക്കെ പരിഗണിക്കേണ്ടി വരും. അപ്പൊ വുഡിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് കുഡാണ്. അപ്പൊ കുഡിനെ പരിഗണിക്കുക. കുഡ് ഹാവ് വേണ്ട. ഓക്കെ, ഓപ്ഷൻ സി ആണോ ശരി. 75. ഇഫ് മൈ മദർ ഹാഡ് നോട്ട് ഗ്രാബ്ഡ് മൈ ആം. എൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ. ഇവിടെ ഹാർഡ് വന്നിട്ടുണ്ട്. ഹാർഡ് വന്നാൽ തൊട്ടിപ്പുറത്ത് എന്ത് വേണം? വുഡ് ഹാവ് വേണം. വുഡ് ഹാവ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വുഡിന് ചില അപരന്മാരുണ്ട്. വുഡ് ഇല്ലെങ്കിലും വുഡിന് പകരക്കാരുണ്ട്. കുഡ്, മൈറ്റ്. ഓക്കെ, ഇവിടെ മൈറ്റ് ഇരിക്കുന്നുണ്ടോ? മൈറ്റ് ഹാവ്. വുഡ് ഹാവിന് പകരം മൈറ്റ് ഹാവ് ഉണ്ട്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. 76. ഐ വിഷ് ഐ ഡാഷ് ഹൗ ടു മേക്ക് കേക്ക്സ്. ആൻസർ ചെയ്തോളൂ. വെരി ഗുഡ്, ശരിയാണ്. 76ന്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. എന്തുകൊണ്ടാ? ഐ വിഷ്, ഒരാഗ്രഹം ഐ വിഷ് വെച്ച് പറയുമ്പോൾ തൊട്ടുപുറത്ത് സിമ്പിൾ പാസ്റ്റ് ഐ വിഷ് ഐ ന്യൂ ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. ഹി ഗോസ് ടു ഡാഷ് ചർച്ച് എവരി സൺഡേ. ഇത് കഴിഞ്ഞ അധ്യായത്തിൽ ഇതിന് തൊട്ട് മുമ്പത്തെ 50 ചോദ്യം ചോദിച്ചില്ലേ? അക്കൂട്ടത്തിൽ ഈ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഇത് തെറ്റില്ല. ഹി ഗോസ് ടു ഡാഷ് ചർച്ച് എവറി ഡേ. എല്ലാ ദിവസവും അവനോട് പോകുന്നുണ്ട്, ചർച്ചിൽ പോവാറുണ്ട്. എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ചർച്ചിൽ പ്രാർത്ഥിക്കാൻ തന്നെ എല്ലാ ദിവസവും പോകുന്നതാണ്. എവറി ഡേ, എല്ലാ സൺഡേയും പോകുന്നതാണ്. എല്ലാ സൺഡേയും ഇപ്പോൾ എന്താ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി പോവില്ല. പ്രാർത്ഥിക്കാൻ പോകുന്നത് ആത്മാർത്ഥ വിശ്വാസി തന്നെ ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രത്യേകത എന്നതിന് വേണ്ട. നോ ആർട്ടിക്കിൾ. കൂട്ടുകാരനെ കാണാനോ വേറെ ആരെങ്കിലും കാണാനൊക്കെ പോവുകയാണെങ്കിൽ ഓപ്ഷൻ ഡി പറ്റില്ല. അപ്പോൾ ദാ വെക്കണം അല്ലെ? ചില ആൾക്കാരൊക്കെ കല്യാണപ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭക്തിയൊക്കെ കൂടാറുണ്ട്. പെണ്ണ് കാണാനൊക്കെ വീട്ടിലിങ്ങനെ അടഞ്ഞു കൂടിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കൂല. അപ്പോൾ വീട്ടുകാർ തള്ളി പറഞ്ഞോണ്ട് നീ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഒന്ന് പോയിട്ട് വാ, ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ദാ ചേർത്തോളൂ. ഓക്കെ. എൽസൺ ചിരി വരുന്നുണ്ട് അല്ലേ? 78ലേക്ക് നമുക്ക് വരാം. ഐ വെന്റ് ടു ഡാഷ് ചർച്ച് ടു സീ മൈ ഫ്രണ്ട്. ഇവിടെ ഏതാ ശരി ഉത്തരം? ചർച്ചിൽ ആരെ കാണാൻ പോയതാ? വെറുതെ അല്ല എൽസൺ ചിരിച്ചത്. എൽസൺ എന്തിനാ പള്ളിയിൽ പോയിരിക്കുന്നത്? വെന്റിട്ടോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് വേണം? ദാ വേണം. പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതല്ല. 79. അനു ഇസ് ദ ഡാഷ് ഓഫ് ദ 3 സിസ്റ്റേഴ്സ്. അനു 3 സിസ്റ്റേഴ്സിൽ മൂത്തയാളാണെന്ന്. മൂത്തയാൾ ദാ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സൂപ്പർലേറ്റീവ് വേണം. ശ്രദ്ധിക്കണം കേട്ടോ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഈ ചോദ്യം ഇതേപോലത്തെ ചോദ്യം വന്നു. സൂപ്പർലേറ്റീവ് ഇവിടെ ഉള്ളത് ഒന്ന് എൽഡസ്റ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ഓൾഡസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കമ്പാരറ്റീവ്, അത് വേണ്ട. ഇനി ഓപ്ഷൻ എ ആണോ ബി ആണോ ശരി ഉത്തരം എങ്ങനെ അറിയാം? സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷനുള്ള ഒരു കുടുംബത്തിലെ ആളുകളാണ്. കുടുംബത്തിലെ ആളുകളിൽ മൂത്തത് എന്ന അർത്ഥത്തിൽ എന്താണ്? മൂത്തയാൾ എന്ന് പറയാൻ കുടുംബത്തിൽ എൽഡസ്റ്റ് ഉപയോഗിക്കും. നാട്ടിലുള്ള ആൾക്കാരെയാണ് ഇന്നയാളേക്കാൾ ഒരു ക്ലബിലോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെയാ പറയുന്നെങ്കിൽ, ഫാമിലിക്ക് പുറത്താണെങ്കിൽ ഓൾഡസ്റ്റ് ഉപയോഗിക്കും. ഇവിടെ എൽഡസ്റ്റ് ആണ് ശരി ഉത്തരം. ഹി ഈസ് എ ഡാഷ് മെമ്പർ ഓഫ് ദ ടീം. അതാ ഒരു ടീമിലെ മൂത്തയാൾ. അപ്പോൾ എൽഡസ്റ്റ് പറ്റുമോ? പറ്റൂല. ദാ വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. ഇത് രണ്ടുമല്ല.
ഇവിടെ നമുക്ക് എൽഡസ്റ്റ് പറ്റില്ല, ഓൾഡസ്റ്റ് ആണ്. കാരണം അവർ തമ്മിൽ പരസ്പര ഫാമിലി റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകളാണ്. 81ാമത്തെ ചോദ്യം, ബേർഡ്സ് ലിവ് ഡാഷ് നെസ്റ്റ്. പക്ഷികൾ താമസിക്കുന്നത് കൂടുകളിലാണ്, പക്ഷിക്കൂടുകളിലാണ്, നെസ്റ്റുകളിലാണ്. ഇന്ന് കൂട്ടിൽ എന്ന അർത്ഥത്തിൽ ഇന്ന്. സാർ ലൈക്ക് മാറി അൺലൈക്ക് ആയി. ഐ ലൈക്ക് യുവർ ക്ലാസ് വെരി മച്ച്. എൻ്റെ ഡ്രീമേ ആ അൺലൈക്കും ഒന്നുകൂടെ അമർത്തിക്കോട്ടോ, അപ്പോൾ അത് മാറിക്കോളും, പോയിക്കോളും. ഇങ്ങനെ എപ്പോഴും മാറിപ്പോലെ ഡ്രീമേ. വളരെയധികം സന്തോഷം കേട്ടോ, ക്ലാസ്സൊക്കെ ലൈക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. അടിച്ച ഡിസ്ലൈക്കിൻ്റെ മുകളിൽ ഒന്നുകൂടെ അമർത്ത്, അത് ലൈക്കായി മാറട്ടെ. അല്ല, അൺലൈക്ക് അങ്ങ് പോട്ടെ, എന്നിട്ട് ഇപ്പുറത്തെ ലൈക്കിലൊന്ന് അമർത്ത്. ഓക്കെ, അപ്പോൾ ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു അപകടമുണ്ട്. ആ അപകടം ഈ ചോദ്യത്തിലുണ്ട്. ബേർഡ്സ് ലിവ് ഡാഷ് ഇൻസെക്ട്സ്. ശരി ഉത്തരം ഏതാ? പറഞ്ഞോളൂ. ബേർഡ്സ് ലിവ് ഡാഷ് ഇൻസെക്ട്സ്. പക്ഷികൾ ഇൻസെക്ട്സ്, പ്രാണികളെയൊക്കെ തിന്നിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഫുഡാണ് പറയുന്നത്. പക്ഷികളുടെ കൂടെ നേരത്തെ പറഞ്ഞത്. കൂട് പറയുമ്പോൾ, വാസസ്ഥലം പറയുമ്പോൾ ഇന്ന് ഉപയോഗിക്കാം. ആഹാരമാർഗം പറയുമ്പോൾ ഓൺ ഉപയോഗിക്കണം. ബേർഡ്സ് ലിവ് ഓൺ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ പ്രാണികളെ തിന്ന് ജീവിക്കുന്നു. ഓക്കെ, മറക്കരുത്. കൗ ലിവ്സ് ഡാഷ് ഷെഡ്. പശുക്കൾ താമസിക്കുന്നത് ഷെഡിലാണ്, ആലയിലാണ്, അല്ലെങ്കിൽ തൊഴുത്തിലാണ്. താമസ സ്ഥല പറയുന്നത്. കൗസ് ലീവ്സ് ഇൻ ഷെഡ്. എന്നാൽ കൗസ് ലീവ്സ് ഡാഷ് ഗ്രാസ്. പുല്ല് തിന്നിട്ടാണ് പശു ജീവിക്കുന്നത്. അപ്പൊ എന്ത് വരും? ഓൺ വരും. ഭക്ഷണമാർഗം പറയാൻ വേണ്ടി, ആഹാരമാർഗം പറയാൻ വേണ്ടിയിട്ട് ഓൺ ഉപയോഗിക്കുന്നു. 83, the interview will be held between 10 a.m. and dash 1 p.m. പാളിപ്പോയില്ലേ? ഈ ബിറ്റ്വീൻ കണ്ടാൽ, ബിറ്റ്വീൻ വെച്ചിട്ട് രണ്ടെണ്ണത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ ബിറ്റ്വീൻ ആൻഡ് എന്നാണ് പ്രയോഗം. ബിറ്റ്വീൻ ഉണ്ടോ അപ്പുറത്തൊരു ആൻഡ് ഉണ്ടാവും. ഒന്നും നോക്കണ്ട, ബിറ്റ്വീൻ എവിടെ കണ്ടോ അപ്പുറത്തൊരു ആൻഡ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The old man shared his property dash his wife, his son and his sister. അല്ലെ, അദ്ദേഹത്തിന്റെ ഇന്ന ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വീതം വെച്ചു എന്നാ പറയുന്നത്. ഇടയിൽ എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് രണ്ട് വാക്കുണ്ട്. ഒന്ന് എമംഗ്, ഒന്ന് ബിറ്റ്വീൻ. രണ്ട് വ്യക്തികൾക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ, രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ 2+ ആളുകൾ ഉണ്ടെങ്കിൽ എമംഗ്. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ, എമംഗ് ദ പീപ്പിൾ, എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. ഇത് പഠിച്ചു വെച്ച ആള് വേഗം ഇങ്ങോട്ട് പോകും. കാരണം എന്താ, ഇവിടെ 3 പേരുണ്ട്. 2+ ആൾ, 2ൽ കൂടുതൽ ആളുണ്ടെങ്കിൽ എമംഗ് ആണല്ലോ. ഇതാണ് ഒരു പൊതുധാരണ. പക്ഷെ ആ ധാരണ ഇവിടെ തെറ്റാണ്. കാരണം 2ൽ കൂടുതലുള്ള ആളുകളുടെ പേരെടുത്ത് പ്രത്യേകം പറഞ്ഞാൽ അവിടെ ബിറ്റ്വീൻ തന്നെ. 2ൽ കൂടുതൽ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വേറൊരു സൂചന കൂടി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ റൂൾ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് നോക്കിയേ, ആൻഡ് കണ്ടോ? ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ആൻഡ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ആരുണ്ടാവും? ബിറ്റ്വീൻ ഉണ്ടാവും. എമങ്ങിന് ഇതുപോലെ ആൻഡിന്റെ ഒന്നും ആവശ്യമില്ല. എമങ് വന്ന ആൻഡ് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് 85ാമത്തെ ചോദ്യം. ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ആൻസർ ചെയ്തോളൂ. പോലീസ് എപ്പോഴും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ കേട്ടോ. പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പ്ലൂറലായിട്ടാണ് പറയുക. ഒരാളെയാണ് പറയുന്നത് പോലീസ് മാൻ എന്ന് പറയണം, പോലീസുകാരൻ. മൈ ഷൂസ് ഡാഷ് മിസ്സിങ്. ഷൂസ് അല്ലേ, എൻ്റെ ഷൂസ് കാണുന്നില്ല. ഈ ഷൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര ഷൂസ് ഉണ്ടാവും? ഷൂസ് എത്ര ഉണ്ടാവും? എപ്പോഴും 2 ഷൂസ് ഉണ്ടാവും അല്ലേ? ഒരു ഷൂസും കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു ഷൂസ് ഇട്ട് നടക്കാൻ പറ്റുമോ ശ്യാം കുമാർ? വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഷൂസ് ഒക്കെ ഇതുപോലെയുള്ള പെയറുകളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, ഷൂസ്, പാൻസ്, ടോങ്സ്, പ്ലെയേഴ്സ്, ഒക്കത്തിന് 2 ഭാഗമുണ്ട്. സിസേഴ്സ്, ഇതൊക്കെ പ്ലൂറലായിരിക്കും എപ്പോഴും. മൈ ഷൂസ്,
ആർ മിസ്സിംഗ് ആണ്. ഓക്കെ, വി ട്രാവൽ ഡാഷ് കാർ, വി ട്രാവൽ ബൈ കാർ, കാറിൽ സഞ്ചരിച്ചു. നാദിയാക്ക് അസീസ് ഒരു കാല് ഒടിഞ്ഞാൽ കൊള്ളം കൊള്ളാം നാദിയ, ശരിയാണല്ലോ, ഒരു കാലുള്ള ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അല്ലെ. വി ട്രാവൽഡ് ബൈ കാർ, ഒരു സഞ്ചാരമാർഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ ഉപയോഗിക്കുന്നു. എന്ത് ഉപയോഗിക്കുന്നു? ബൈ ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ സഞ്ചാരമാർഗം എന്ന് പറയുക ഇപ്പൊ കാറില്ലേ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഗോ ടു ഓഫീസ് ഡാഷ് ഹിസ് കാർ, ഇവിടെയും സഞ്ചാരമാർഗം തന്നെയാണ് പറയുന്നത്, പക്ഷെ ഇവിടെ ബൈ തെറ്റാണ്, മറിച്ച് ഇന്നാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാറിന്റെ മുമ്പിൽ ഒരു ഹിസ് വന്നിട്ടുണ്ട്. അപ്പൊ സഞ്ചാരമാർഗമായ കാറിന്റെയോ ബസ്സിന്റെയോ ഒക്കെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോനൗണോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ, എ കാർ എന്ന് പറഞ്ഞാൽ ഇന്നേ കാറാണ്, വെറും കാറാണെങ്കിൽ ബൈ കാറാണ്. ലോറി, ദ ലോറി, ഇതൊരു ആർട്ടിക്കിൾ ആണല്ലോ, ഇൻ ദ ലോറി. ഓക്കെ, അപ്പൊ അത് ഓർക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുപോകും. മാറിപ്പോകുന്ന പ്രൊപ്പോസിഷൻ ആണോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണോ? ഡീറ്റെയിൽ വേണമെങ്കിൽ പറയണം, ഇപ്പൊ പറഞ്ഞുതരാം. യെസ് ഓർ നോ? ഈ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറയണോ? വേണ്ട? വേണം? വേണമെങ്കിൽ പറഞ്ഞിട്ട് പോകാം. അതായത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയാൻ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയാൻ എന്തുപയോഗിക്കും? വൈ ഉപയോഗിക്കും. ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയാ? ഞാനിവിടെ കുറച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാം. കാർ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. പിന്നെ ഓട്ടോറിക്ഷ, നമ്മൾ ഓട്ടോയിൽ പോവാറുണ്ട് അല്ലെ, ഓട്ടോറിക്ഷ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. വേണമെങ്കിൽ ആംബുലൻസിലും പോവാം, ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇനി വേണ്ട, ഒരു ഗമയ്ക്ക് വേണമെങ്കിൽ ലോറിയിലും പോകാം. നമ്മൾ സാധാരണ പോണത് ബസ്സിലാണ്. ബസ് ചില ആൾക്കാരൊക്കെ അല്ലേ, ആരാധ്യ, ജോത്സന, പ്രശോഭനയൊക്കെ പോലെയുള്ള ആൾക്കാർ ചായ കുടിക്കാൻ പോകുന്നത് പോലും എന്തിലാണ്? ഫ്ലൈറ്റിലാണ് അല്ലേ. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? ശരണ്യ, ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. ഇതെല്ലാം സഞ്ചാരമാർഗങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു? ബൈ ഉപയോഗിക്കുന്നു. ബൈ കാർ, ബൈ ഓട്ടോറിക്ഷ, ബൈ ആംബുലൻസ്, ബൈ ലോറി, ബൈ ബസ്, ബൈ ഫ്ലൈറ്റ്, ബൈ ട്രെയിൻ. ട്രെയിനില്, ബസ്സില്, ലോറിയില് ഒക്കെ പറയും അല്ലേ. എന്നാൽ ഈ പറഞ്ഞ സംഗതികളുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോനൗൺ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ സംഗതി മാറി. ബൈക്ക് പകരം എന്തുപയോഗിക്കണം? ഇന്നുപയോഗിക്കണം. ഓക്കെ, അതായത് ഇൻ എ കാർ, ഇൻ ഹിസ് ആംബുലൻസ്, ഓക്കെ, ഇൻ മൈ ലോറി, ഇങ്ങനെ വരും. എന്നാൽ ഇവിടെ താഴെ തന്നിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു വര വരച്ചെന്ന് ശ്രദ്ധിച്ചോ. ഈ സാധനങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും പ്രോനൗണോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ വന്നാൽ എന്തുപയോഗിക്കണം? ഇനി ടിസ്റ്റാണ്. ടിസ്റ്റാണ്. നമ്മുടെ ദൃശ്യം സിനിമ ഉണ്ടല്ലോ, ദൃശ്യം 2ാം ഭാഗം കണ്ടവർക്കറിയാം. ഞാൻ മാറി നിൽക്കണോ അല്ലേ? അവിടെ ഓണാണ് ഉപയോഗിക്കുക. ദൃശ്യം 2ാം ഭാഗം കണ്ടവർക്കറിയാം. ടിസ്റ്റാണ് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ടിസ്റ്റുകളുടെ കളിയാണ്. ഇവിടെ ഓണാണ് ഉപയോഗിക്കുക. അതായത് ഓൺ എ ബസ്, ഓൺ എ ട്രെയിൻ, ഓൺ എ ഫ്ലൈറ്റ്. ഓക്കെ, ഇനി എക്ക് പകരം വേറെ എന്തെങ്കിലും, ഓൺ ദ ട്രെയിൻ, എന്തും ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രോനൗണോ ആർട്ടിക്കിളോ ഓണാ ഉപയോഗിക്കുക. അപ്പം ഇത് ശ്രദ്ധിക്കണം. ഇനി ഇത് കൂടാതെ ചിലപ്പോൾ നമ്മൾ നടന്നാ പോകണമെങ്കിലോ, ഓൺ ഫൂട്ടാണ്. നടന്നു പോവുകയാണെങ്കിൽ ഫൂട്ടിൻ്റെ മുമ്പിൽ ഓണാണ്. അനിമൽസിൻ്റെ മുമ്പിൽ ഇപ്പോൾ എലിഫൻറ്റ്, ക്യാമൽ, ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഒട്ടകത്തിൻ്റെ പുറത്ത് അങ്ങാടി പോയിട്ട് സാധനം മേടിക്കാൻ പോകണവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഓണാണ്. അനിമൽസിനകത്ത് പിന്നെ ഈ ഇന്നും ഇതൊന്നുമില്ല. ആരൊട്ടകാണെങ്കിലും
അല്ലേ, എന്താണെങ്കിലും യെസ് ഓൺ തന്നെയാണ്, അതിൽ മാറ്റൊന്നും. ഇനി സൈക്കിള് ബൈസിക്കിൾ ആണെങ്കിൽ ബൈസിക്കിളും ബൈ വെച്ചിട്ടാണ് പറയാം. ബൈസിക്കിൾ, സൈക്കിളില്ലേ, ബൈക്കില്ലേ, ഒക്കെ ഓൺ ബൈ തന്നെയാണ്. പക്ഷേ സൈക്കിളിന്റെയും ബൈക്കിന്റെയും മുമ്പിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ബൈക്ക്, ഓൺ സൈക്കിളാണ്, സോറി ഓൺ എ ബൈക്ക്, ഓൺ ദ സൈക്കിൾ. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ ബൈക്കിന്റെയും സൈക്കിളിന്റെയും മുമ്പിൽ ഈ പറഞ്ഞതുപോലെ പ്രോനൗൺ ആർട്ടിക്കിൾ വന്നാൽ ഓൺ ആണ് ഉപയോഗിക്കുക. ഓൺ ഏതുപോലെ? ബസ് പോലെ, ഫ്ലൈറ്റ് പോലെ, ട്രെയിൻ പോലെ. ഇനി ശ്രദ്ധിക്കുക, ഈ ഓൺ ഉപയോഗിക്കുന്ന എവിടെയാ? പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മുമ്പിൽ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം, പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന വാഹനങ്ങളുടെ മുമ്പിൽ ഓൺ ഉപയോഗിക്കുന്നു. ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന കാറ്, ഓട്ടോറിക്ഷ, ആംബുലൻസ്, ലോറി, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇരിക്കലാണ്, അതിനൊക്കെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ മുമ്പിൽ പ്രോനൗണോ ആർട്ടിക്കിളോ ഇല്ലെങ്കിൽ എല്ലാവരും സമന്മാരാണ്, ബൈ ഉപയോഗിച്ചാൽ മതി. അത് സൈക്കിൾ ആണെങ്കിലും ലോറി ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ബസ് ആണെങ്കിലും ഷിപ്പാണെങ്കിലും, അല്ലേ, ഷിപ്പാണെങ്കിൽ പോലും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. 89ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 89. Either the parents or the boy dash in this affair. പ്രശോഭയെ, ഷിപ്പ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ഓൺ എ ഷിപ്പ് കേട്ടോ. Either the parents or the boy dash in this affair. ഇവിടെ either or എന്ന് പറഞ്ഞ റൂളാണ്. either or, neither nor, not only but also, കൂടാതെ ഓർ. ഇത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് സബ്ജക്റ്റ് either the parents or the boy. ബോയ് സിംഗുലർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതാ? ഇതാണ് സിംഗുലർ ഉള്ളത്. 90ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The jury dashed the warden in their opinion. ഈ ജൂറി, ഫാമിലി, ഇതുപോലെയുള്ള കുറെ വാക്കുകളുണ്ട്. ഇത്തരം വാക്കുകളൊക്കെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. കാരണം അതിന് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമുക്ക് ഇന്ന് ആർക്കാ പണി കൊടുക്കാം? നമ്മൾ പ്രശോഭും ഭാര്യയും കൂടെ, അല്ലെ, പ്രശോഭയെ വൈഫിന്റെ പേര് പറയും, പ്രശോഭയെ. പ്രശോഭും വൈഫും കൂടി ടൂർ പോവുകയാണ്, രണ്ടുപേരും കൂടെ. അപ്പോൾ രണ്ടുപേരും കപ്പിളാണല്ലോ. കപ്പിൾ ഈസ് ഗോയിങ് എന്ന് പറയാം. ഈസ് ഗോയിങ് ഫോർ എ ടൂർ, ഗോയിങ് ഫോർ എ പിക്നിക്. രണ്ടുപേരും കൂടെ ഒരു പിക്നിക്ക് പോവാണ്, അല്ലേ, കപ്പിൾസ് ആണ്. രണ്ടുപേരും നല്ല സ്നേഹനിധികളായ കപ്പിളാണ്, ഒരു കുഴപ്പമില്ല. സിംഗുലർ ആണ്, ഒരുമിച്ചല്ലേ പോവാ, അല്ലേ. അതാ രണ്ടുപേരും കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് പോണത്, കപ്പിൾ. അപ്പൊ സിംഗുലറാണ്. എന്നാൽ തിരിച്ചു വരുമ്പോ ചിലപ്പോ, അല്ലേ, സ്വഭാവം വെച്ച് നോക്കുമ്പോ ഒരാൾ ഓട്ടോറിക്ഷയിലും വരും, ഒരാൾ വിമാനം പിടിച്ചിട്ടും വരും. അങ്ങനെ വരുമ്പോ കപ്പിൾ ആറായി മാറും. കപ്പിൾ ആർ കമ്മിങ് എന്ന് പറയേണ്ടി വരും. രണ്ടാമത് രണ്ട് വഴിക്കാർ. ഇനി വേണ്ട, നമ്മളെ പ്രക്ഷോഭിന് അതൊരു വിഷമായ, ഇല്ല പ്രക്ഷോഭ ഞാൻ അത് വെട്ടി കേട്ടാ. പ്രക്ഷോഭം ഭാര്യയും ജോലിക്ക് പോവാന്ന് വിചാരിക്കാം. രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ വൈഫ് വൈഫിന്റെ ഓഫീസിലേക്കും പ്രക്ഷോഭിന്റെ ഓഫീസിലേക്കാണ് പോവാം. അപ്പൊ നമ്മൾ പറയും കപ്പിൾ ആർ ഗോയിങ്. കപ്പിൾ ആർ ഗോയിങ്, അവിടെ ആറാണ്, ഇവിടെ ഈസാണ്, അല്ലേ. ഇത് രണ്ടുമാണ് തമ്മിലുള്ള മാറ്റം, വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ, വെരി സിമ്പിൾ. അതുപോലെ കപ്പിൾ പോലെയുള്ള മറ്റു വാക്കുകളാണ് ഏതൊക്കെയാ? ജൂറി. ജൂറി യുനാനിമസ് ആയിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ സിംഗുലർ ആയിരിക്കും. ജൂറി വിധിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എല്ലാ ജൂറികളും അവനവന്റെ വീട്ടിലേക്കാണ് പോവാ. അപ്പോൾ അവിടെ എന്താക്കാൻ പറ്റില്ല, സിംഗുലർ ആക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ മടിയാവും. ഫാമിലി അതേപോലെ തന്നെയാണ്. ഫാമിലി ഒരുമിച്ചാണ് നമ്മൾ കരുതുന്നെങ്കിൽ സിംഗുലർ ആണ്. ഇനി ഫാമിലിയെ വേറെ എന്തെങ്കിലും ഘട്ടത്തിൽ, അല്ലേ, ഒരു വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുമ്പോൾ, അല്ലെ പ്രശോഭേ, അപ്പോൾ അത് പ്ലൂറൽ ആകും. അപ്പൊ ഇതിന് രണ്ട് സ്വാതന്ത്ര്യമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ എന്തിനും സ്വാതന്ത്ര്യമുണ്ട്, സിംഗുലർ ആക്കാൻ പ്ലൂറൽ ആക്കാൻ. അത്തരം വാക്കുകളാണ്. അപ്പൊ എന്തായാലും ഇവിടെ ജൂറി ഈ കേസിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എങ്ങനെ മനസ്സിലാവും? ഇങ്ങോട്ട് നോക്കിയാൽ മതി.
ദ ജൂറി വേർ ഡിവൈഡഡ് പ്ലൂറലാണ്. കാരണം എന്താ? ഇൻ ദയർ ഒപ്പീനിയൻ. ഇവിടെ ഇതിന്റെ നടുക്കിലിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ പ്ലൂറലാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് പ്ലൂറലായിരിക്കും. അപ്പോൾ എളുപ്പമായി. അപ്പോൾ ഇതുപോലുള്ള ചോദ്യം നമുക്ക് ഇങ്ങോട്ട് നടുക്കിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ സിംഗുലർ ആണെങ്കിൽ ഇവിടെ സിംഗുലർ ആയിരിക്കും, ഇവിടെ പ്ലൂറലാണ് ഇവിടെയും പ്ലൂറലായിരിക്കും. 91ാമത്തെ ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് റേസ് യുവർ ഹാൻഡ്സ്. ഇമ്പോർട്ടൻറ്റ് സ്പീച്ചാണ്. റേസ് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസിന് റിപ്പോർട്ട് സ്പീച്ച്, സോറി പാസീവ് വോയിസ്. ഇത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ്. ലെറ്റ് അല്ലേ പ്ലസ് ബിയിലാണ് തുടങ്ങുക. അപ്പോൾ ലെറ്റ് കഴിഞ്ഞിട്ട് ഹാൻഡ്സ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. ലെറ്റ് യുവർ ഹാൻഡ്സ്, ആരാൻ്റെ യുവർ ഹാൻഡ്, ലെറ്റ് യുവർ ഹാൻഡ്സ്. ലെറ്റ് റേസ് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ലെറ്റ് കഴിഞ്ഞിട്ട് യുവർ ഹാൻഡ്സ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആവും. പിന്നെ ബി കഴിഞ്ഞിട്ട് B3, ബി റേസ്ഡ്, കൈ ഉയർത്തപ്പെടട്ടെ. ഓപ്ഷൻ ബി ആണ് ശരി. 92ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ പാസീവ് ഫോം ഓഫ് ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഒരു നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് ഉണ്ടാവും, ലെറ്റും ബി ഉണ്ടാവും. നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ ലെറ്റ് പ്ലസ് നോട്ട് ബി ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ ഈ നോട്ട് ഇവിടെ ലെറ്റ് നോട്ട് പിന്നെ ബി ഉണ്ടാവും. അത് രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ ലെറ്റ് ദ പേഷ്യന്റ് ഈസ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് തെറ്റാണ്. ലെറ്റ് ദ പേഷ്യന്റ് കഴിഞ്ഞിട്ട് ലെറ്റ് ദ പേഷ്യന്റ് ആദ്യം വരണം. ലെറ്റ് ദ പേഷ്യന്റ്, ലെറ്റ് ദ പേഷ്യന്റ്, ദ പേഷ്യന്റ്. ഓക്കെ. പിന്നെന്താ? നോട്ട് ബി ഡിസ്റ്റർബ്ഡ്, നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബിഡ് അല്ലേ. പക്ഷെ ഇവിടെ എന്താ? ആർ വന്നു. ലെറ്റ് ദ പേഷ്യന്റ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ്, ആർ വന്നുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ ഇത് തെറ്റാണ്. ലെറ്റ് നോട്ട് പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ് വേണമായിരുന്നു, അതുകൊണ്ട് ഇതും തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഇതാണ് ശരി. ലെറ്റ് ബി, രണ്ടും ഉണ്ട്, ലെറ്റും ഉണ്ട് ബി ഉണ്ട്, നോട്ടും ഉണ്ട്. ലെറ്റ് നോട്ട് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ്. ഇതേ സെന്റൻസിനെ മറ്റു രൂപത്തിൽ നമുക്ക് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്ന ലെറ്റ് ദ പേഷ്യന്റ്, ഇവിടെയാണ് നോട്ട് വരേണ്ടത്, എന്നാൽ ഇവിടെയും ഉപയോഗിക്കാം, തെറ്റില്ല. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള കേസാണ്. അപ്പോൾ ലെറ്റ് നോട്ട് ദ പേഷ്യന്റ് ബി ഡിസ്റ്റർബ്ഡ് ആണ് അവിടെ ശരി ഉത്തരം. 93. ഡു യു ഹാവ് ഡാഷ് മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടോപ്പിക്? ചോദ്യത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഏതാ? മിനി ചോദിക്കില്ല, സോയും സമ്മൊന്നും ക്വസ്റ്റ്യൻ ഉപയോഗിക്കില്ല. എനിയാണ്. ഡു യു ഹാവ് എനി മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദ ടോപ്പിക്? ഹി ഹാസ് ഹാർഡ്ലി ഡാഷ് മണി. അവൻ്റെ കയ്യിൽ പണം, കഷ്ടിച്ച് പണം എത്രയാണുള്ളത്? വളരെ കുറവാണ്. കുറവിന് എ ലിറ്റിൽ എന്ന് പറയും. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല എന്നാട്ടോ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാലിയാണ്. കുറച്ച് എ ലിറ്റിൽ. ഓക്കെ. സം പറയില്ല. സം എപ്പോഴും എന്താണ്? കൗണ്ടബിളിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. എ ലിറ്റിലും എ ഫ്യൂ കൗണ്ടബിളിൻ്റെ കൂടെയാണ്. എ ലിറ്റിൽ അൺകൗണ്ടബിളിൻ്റെ കൂടെയാണ്. 95. ഷീ മേഡ് നോ ഡാഷ് റിമാർക്ക്. ഷീ മേഡ്, അവള് പിന്നീട് കൂടുതൽ റിമാർക്ക് നടത്തിയില്ല. ആ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി, അഡീഷണൽ, അഡീഷണൽ, ഇൻ അഡീഷൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഫർദർ ആണ്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഫോർ ഫർദർ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ഫാർദർ ഡിസ്റ്റൻസിനെ, ദൂരമാണ് പറയുന്നത്. അതിവിടെ പറ്റില്ല. 96. The temple is dashed down the lane. The temple is, ടെമ്പിൾ ക്ഷേത്രത്തിന്, ക്ഷേത്രം ലൈനിന്റെ വഴിയുടെ അങ്ങറ്റത്താണ്, ദൂരെയാണ്. അവിടെ ഫാർദർ ആണ്, അവിടെ ഡിസ്റ്റൻസ്, അവിടെ ഫർദർ പറ്റില്ല. 97. An honest man never. ഒരു സത്യസന്ധനായ വ്യക്തി ഒരിക്കലും നുണ പറയില്ല. നെവർ. ഇതൊരു പൊതുവായ കാര്യമാണ്, ജനറൽ, ഒരു കോമൺ ആയ ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിമ്പിൾ പ്രസന്റ് പറയാൻ പാടുള്ളൂ. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. കുട്ടികൾക്ക് പാമ്പിനെ ഭയമാണ്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. ഏതാ അവിടെ ശരി ഉത്തരം?
ചിൽഡ്രൻ നമുക്കറിയാം തീർച്ചയായിട്ടും പ്ലൂറലാണ്. ചിൽഡ്രൻ പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ ആർ. മൈ ഹൗസ് ഇസ് ഡാഷ് ദ റിവർ. എൻ്റെ വീട് എവിടെയാ? പുഴയ്ക്കരികിലാണ്. അരികിൽ എന്ന അർത്ഥത്തിൽ ബിസൈഡ് എന്ന എന്താ പറയുക പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എന്നാൽ വേറൊരു പ്രപ്പോസിഷൻ ഉണ്ട്. ഹി ഹാസ് നോ ഫ്രണ്ട്സ് ഡാഷ് മീ. അവന് ഞാനല്ലാതെ, എന്നെ കൂടാതെ മറ്റൊരു കൂട്ടുകാരൻ ഇല്ല. കൂടാതെ എന്ന അർത്ഥത്തിൽ ബിസൈഡ്സ് ആണ്. ബിസൈഡിന് ഇപ്പുറത്തൊരു എസ് വന്നാൽ ബിസൈഡ് അരികിൽ, ബിസൈഡ്സ് കൂടാതെ. അങ്ങനെ നമ്മൾ 100 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഈ അധ്യായവും കഴിഞ്ഞ അധ്യായവും കണ്ട് ചോദ്യങ്ങളൊക്കെ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയിൽ, എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഈ 100 ചോദ്യങ്ങളുടെ ആൻസർ എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% മാർക്ക് ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാദമി പ്ലസ്. സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ, തൃപ്തി ഉണ്ട് എങ്കിൽ വരിക. അങ്ങനെ വരികയാണെങ്കിൽ അൺഅക്കാദമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഈ റഫർ കോഡ് ഉപയോഗിക്കുക. എന്തെങ്കിലും പ്ലസിനെ കുറിച്ചോ അല്ല അഡ്മിഷൻ എടുക്കുമ്പോൾ പേയ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാങ്കേതിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി 75 10 690 442 വിളിക്കുക. HSI ഇംഗ്ലീഷ് മറ്റന്നാളെ തുടങ്ങാം. HSI ഇംഗ്ലീഷിന് വേണ്ടിയുള്ള പ്ലസ് ബാച്ച് HSI ഇംഗ്ലീഷിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് രാത്രി 10 മണിയുടെ ക്ലാസ് ഇല്ല കേട്ടോ. 10 മണിയുടെ മോഡൽ ടെസ്റ്റ് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം. ഇന്നത്തെ മോഡൽസ് എല്ലാ ദിവസവും നമ്മൾ അൺഅക്കാദമി ഫ്രീ ആപ്പിൽ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. ഇന്ന് നടത്തേണ്ട മോക്ക് ടെസ്റ്റ് നാളെ 2 എണ്ണം നടത്തും. നാളെ 2 മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, നാളത്തെ ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഒന്ന് പറയണം, റിയലി സോറി. ഇന്ന് അഡീഷണൽ ക്ലാസ് യൂട്യൂബിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.